നമസ്കാരം. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മഴ അല്പം നമ്മുടെ പരിപാടി ഒന്ന് വൈകാൻ കാരണമായിട്ടുണ്ട്. എങ്കിലും നമുക്ക് തുടങ്ങാം. കാരണം ഇതൊരു നല്ല കോസ്റ്റിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് എന്നെല്ലാവർക്കും അറിയാം. പറഞ്ഞു വരുന്നത് 24-ൻ്റെ ഒരു യാത്രയെക്കുറിച്ചാണ്. ആ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 5 ദിവസം പൂർത്തിയാവാൻ പോവുകയാണ്. മാധ്യമ മേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24-ൻ്റെ ചീഫ് എഡിറ്റർ, ഒപ്പം ഒരു പയനീർ ജേർണലിസ്റ്റായ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഒരു യാത്ര, അത് ലഹരിക്കെതിരെ ഒരു അവബോധം ഉണ്ടാക്കുക. തിരുവനന്തപുരം മുതൽ 14 ജില്ലകളിലൂടെ കടന്ന് കാസർഗോഡ് അവസാനിക്കുന്ന രീതിയിൽ ഈ യാത്ര നടത്തുമ്പോൾ ഓരോ ഇടങ്ങളിലും പോയി എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക. അതുവഴി ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഈ പ്രവർത്തനത്തിൽ, ഈ ഉദ്യമത്തിൽ എല്ലാവരെയും ഭാഗമാക്കുക. ഇതൊക്കെയാണ് ലക്ഷ്യം. അതോടൊപ്പം SKN40 എന്ന ഈ കേരള യാത്രയുടെ തുടക്കം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിലൂടെയായിരുന്നു. അതിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ യാത്രയിൽ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ ഒരു പ്രബന്ധമായി, ഒരു വിശദ റിപ്പോർട്ടായി ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുക, സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്യാം, മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്കും സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ നല്ല ആശയങ്ങൾ ഉണ്ടാവട്ടെ. ഓരോ ഇടങ്ങളിലും പോയി നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, അവിടുത്തെ ആളുകൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ, അവർക്കുണ്ടാകുന്ന ചില അനുഭവങ്ങൾ, അതിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ, ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു വിശദ റിപ്പോർട്ടുണ്ടാക്കി സർക്കാരിലേക്ക് നൽകുക. അതിൽ നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ പദ്ധതികളായി നമുക്ക് നടപ്പിലാക്കാം എന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതുകൂടി ശിരസാവഹിച്ചാണ് ഇപ്പോൾ ആർ ശ്രീകണ്ഠൻ നായർ ഈ യാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇന്ന് നാളെയൊക്കെയായി ഈ ജില്ലയിൽ ഉടനീളം നമ്മൾ യാത്ര നടത്തുന്നുണ്ട്. അതെ, അപ്പോൾ ഇതൊരു വലിയ ദൗത്യം ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് നമ്മളെല്ലാവരും, സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും ചെയ്യാൻ ഏറെയുണ്ട് എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളിങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ SKNൻ്റെ 40 വർഷം എന്നുള്ള ഒരു ആഘോഷമാക്കി മാറ്റുകയല്ല, പകരം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സമൂഹത്തിനായി, നമ്മുടെ അടുത്ത തലമുറയ്ക്കായി എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് SKN. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഇങ്ങനൊരു യാത്ര തുടങ്ങിയത്. നമുക്കൊപ്പം രാജു എബ്രഹാം ഉണ്ട്. അദ്ദേഹം വളരെ പരിചിതനാണ്, സുപരിചിതനാണ്. അദ്ദേഹം ചർച്ചകളിലൊക്കെ നമുക്കൊപ്പം സ്ഥിരമായി ഒരു കാലത്ത് പങ്കെടുത്തിരുന്ന ഒരു നമ്മുടെ ഏറ്റവും വിശിഷ്ട അതിഥിയായി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ എക്സൈസിൻ്റെ, അതെ, കൂടാതെ ശ്രീ വി റോബർട്ട് ഉണ്ട്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, പത്തനംതിട്ട ജില്ലയിലെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. കൂടാതെ ശ്രീ KM ഷിഹാബുദ്ദീൻ, എക്സൈസ് ഇൻസ്പെക്ടർ, ശ്രീ സാബു നാരായണൻ, സിവിൽ പോലീസ് ഓഫീസർ. കൂടാതെ ഫ്ലവേഴ്സ് കോമഡി ഷോയിലെ വലിയ താരമാണ്, അങ്ങനെ ജനപ്രിയ താരം കൂടിയാണ് അദ്ദേഹം. കൂടാതെ നമുക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ സുനിൽ ടീച്ചർ ഉണ്ട്. നമ്മൾ സ്റ്റോറിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒട്ടേറെ പേർക്ക് വീടൊക്കെ നിർമ്മിച്ച് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ ടീച്ചർ. അങ്ങനെ വലിയൊരു നിര. കൂടാതെ നാട്ടുകാരുണ്ട്, മറ്റ് പ്രവർത്തകർ, SYS ഉൾപ്പെടെ ഉള്ളവരുടെ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ സദസ്സാണെങ്കിലും പ്രൗഢഗംഭീരമായൊരു സദസ്സാണ് എന്നതിൽ തർക്കമില്ല. നല്ലൊരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. മഴ പെയ്തപ്പോൾ ഇത് ഇന്ന് നടക്കുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നടത്തണം എന്നൊരു നമ്മളുടെ നിശ്ചയദാർഢ്യം കൊണ്ടാകാം ആ പരിപാടി ഇപ്പോൾ നടക്കുകയാണ്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് SK. പ്രിയമുള്ളവരെ, ഞാൻ ഒരു വീട്ടിലിങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ, രാജുബ്രാൻ അറിയാം, നമ്മുടെ പ്രൊഡ്യൂസറായിരുന്ന വിനയൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നല്ല മഴ പെയ്യാണ്ട് ഞാൻ ഈ പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്ത് കാണുമ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റിപ്പോർട്ടർ പറഞ്ഞു, രാജു ഇബ്രഹാം അവിടെ ഉണ്ട്. ഞാൻ പുള്ളി പോയില്ലേ? അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, കുറച്ച് നേരമായിട്ട് രാജു ഇബ്രഹാം ഇവിടെ വന്നിരിക്കുക. CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് ഇത്രയും ജോലിയില്ലെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ക്യാൻസൽ ചെയ്യേണ്ട, നമുക്ക് തുടങ്ങിക്കളയാം. അപ്പോൾ നമ്മുടെ രാജുബ്രഹാനൊക്കെ അറിയുന്ന പോലെ നമ്മളൊരു 30 ദിവസം കൊണ്ട് ഒരു 14 ജില്ലകൾ, എനിക്കൊന്നും ഒരു പരിചയമില്ലാത്തൊരു പരിപാടിയായി ഈ പര്യടനം എന്ന് പറഞ്ഞ്. ഞാൻ VD സതീശനൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ കാഞ്ഞ പുള്ളികളാണ് കേട്ടോ, നിങ്ങളൊക്കെ ഈ വെയിലൊക്കെ മഴയും മഞ്ഞൊന്നും ഇല്ലാതെ കേരളം മുഴുവൻ ഇങ്ങനെ പര്യടനമായിട്ട് നടക്കുന്നു. അപ്പോൾ പൊതുപ്രവർത്തകർക്ക് മാത്രം പറ്റുന്നൊരു പണിയിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുകയും ഒരു പരിധിവരെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ രഹസ്യമായിട്ട് ഈ കോളേജുകളിലൊക്കെ പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽസിനോടും അധ്യാപകരോടും ഒക്കെ സംസാരിച്ചു എന്താണ് അവസ്ഥയെന്നറിയാൻ. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ ഇവിടെയൊക്കെ പോലീസ് ഓഫീസേഴ്സിനൊക്കെ അറിയാവുന്ന പോലെ കുറച്ച് MDMA പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വളരെ ആഴത്തിൽ വേരൂടി കഴിഞ്ഞു.
അത് നമ്മൾ വളരെ പണിപ്പെട്ടാൽ നമുക്ക് ഈ നമ്മുടെ ഈ കൊറോണ എന്ന കൃമികീടത്തെ ഓടിക്കാൻ ആളുകൾ ഒന്നായി ശ്രമിച്ചതുപോലെ നമ്മൾ വളരെ സംഘടിതമായിട്ട് കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്ന് സമുദായമൊക്കെ മറന്ന് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് പോലീസുകാരുടെയും എക്സൈസിൻ്റെയും മാത്രം ജോലിയായിട്ടൊക്കെ ഇത് ആളുകൾ ചെയ്താൽ വലിയ അപകടമാണ്. ഞാൻ പ്രശസ്തമായൊരു കലാലയത്തിൽ പോയപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ മേലധികാരി എന്നോട് പറയുമായിരുന്നു 15 പേര് അവിടെ MDMA ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അതിൽ 7 കുട്ടികൾ പെൺകുട്ടികളാണ്. അപ്പോൾ അതിൽ 3-4 കുട്ടികൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് സ്റ്റേജിലേക്ക് ആയിക്കഴിഞ്ഞു. അവർക്ക് 20 മിനിറ്റിൽ കൂടുതൽ ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേനും അവർക്ക് ഭയങ്കരമായിട്ടൊരു ശ്വാസം മുട്ടലാണ് ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിലേക്ക് ആ സ്ഥാപനമൊക്കെ ചെന്ന് പെട്ടു എന്നറിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു എൻ്റെ മക്കളൊക്കെ നല്ല കുട്ടികളാണ്, അവരെയൊക്കെ ഞാൻ നല്ലതുപോലെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. ഇനി ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്, നിങ്ങളുടെ കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് ഒരു 3-4 വർഷത്തിന് മുമ്പ് ഒരിക്കൽ എന്നോട് നടത്തിയ ഒരു പേഴ്സണൽ ടോക്കിൽ, ഒരു ടെലികാസ്റ്റ് ഒന്നും ചെയ്തതല്ല, അദ്ദേഹം പറയുണ്ടായി കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന്. ഞാൻ അദ്ദേഹത്തോട് കീർവാണം അടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊച്ചി പഴയ കൊച്ചിയല്ല. എന്നിട്ട് അങ്ങനെ കൊച്ചിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. ഞാൻ കൊച്ചിയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ? ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞ പ്രവചന സ്വഭാവമുള്ള ഒരു വാചകമുണ്ട്, ഇന്ന് ഇത് ചെറുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 3-4 കൊല്ലം കഴിയും നിങ്ങളെല്ലാവരും ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന്. കാര്യം അദ്ദേഹം പറഞ്ഞത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് ഗ്രാമം നഗരം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ, അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നിങ്ങൾക്ക് പരിചയമുള്ള സംഭവമായിരിക്കും. കാട്ടാക്കടയിലെ ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ കൂളെന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ട്, അങ്ങനെക്കറിയാലോ. ഞാൻ നോക്കിയപ്പം ഇവിടെ അടുത്തൊരു സ്കൂളിൻ്റെ വരാന്തയിലും ഇതേ കൂളുണ്ട്. അപ്പം ഞാൻ കാട്ടാക്കടക്കാർക്ക് മാത്രമുള്ള സ്പെഷ്യലാണെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ അതുണ്ട്. മാത്രമല്ല ഒരു ചോക്ലേറ്റ്, തിരുവനന്തപുരം പാറശാലയ്ക്ക് അടുത്തുള്ളൊരു സ്കൂളിൽ ഒരു ചോക്ലേറ്റ്, ഒരു ചേട്ടൻ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ നിന്നിട്ട് സ്നേഹപരിസരം ചിരിച്ച്, കണ്ടാലൊക്കെ സുമുഖനാണ് അയാൾ, ചിരിച്ചിട്ട് ഈ ചോക്ലേറ്റ് കൊടുക്കുക, അതിൽ ലഹരി കയറ്റിയിരിക്കുക. എന്നിട്ട് ഗ്രാജുവലി ലഹരിയുടെ തോത് വർദ്ധിപ്പിച്ച് അവരെ അഡിക്റ്റ് ആക്കുക. നമ്മൾ അമ്പരന്ന് പോകുന്ന കാഴ്ചകൾ. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ 24-ൻ്റെ ഓഫീസിലേക്ക് ഒരാളൊരു +1 പഠിക്കുന്ന ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നു. ഞങ്ങൾ ആ കുട്ടിയെ ടെലികാസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ കുട്ടി ഒരു കാരിയറാണ്. ആ കുട്ടിക്ക് അതിന് പിന്മാറണമെന്നുണ്ട്. ആ കുട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്മാറണമെന്നുണ്ട്. പക്ഷേ ഈ സംഘം വിടത്തില്ല. മാഫിയ സംഘം ഈ കുട്ടിയുടെ ചില ശരീരമൊക്കെ ഷൂട്ട് ചെയ്ത് കൈവച്ചിരിക്കുക. അവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളിടും എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ മറ്റൊരു ദുരന്തമായി മാറുന്നതിൻ്റെ കാഴ്ചയാണിത്. അപ്പം ഞാൻ എന്തായാലും എനിക്കൊരു ആശ്വാസമുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വളരെ വളരെ ആക്റ്റീവായിട്ടുണ്ട്. അതിനേക്കാളും എക്സൈസ് ആക്റ്റീവായിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി എന്നോട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിലും അത് കഴിഞ്ഞ് എന്നോട് നടത്തിയൊരു പേഴ്സണൽ ടോക്കിലും അദ്ദേഹം പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നമ്മുടെ രാജീവ് അബ്രഹാം ഉൾപ്പെടെയുള്ള ഒരു പാർട്ടി പ്രവർത്തകനും സ്റ്റേഷൻ ഭരിക്കാൻ അനുവദിക്കരുത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരും സ്റ്റേഷനിൽ കയറണ്ട, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യട്ടെ. അത് ഞാൻ പറഞ്ഞു, അങ്ങ് പേഴ്സണലി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഇവിടെ പരസ്യപ്പെടുത്തുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു കോവിഡ്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങയുടെ കാര്യക്ഷമത പരിശോധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി സംസ്ഥാനത്തുള്ളത്. ഞാൻ ഇത്രയും പേര് പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ പോലീസ് സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരമ്മ ടെലിവിഷനിലൂടെ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ് ഞാൻ. ആ അമ്മ പറഞ്ഞത്, രാത്രിയിൽ അവരുടെ മൂത്ത മകൻ പുറത്തു പോയിട്ട് ഇറങ്ങി വരുമ്പോൾ 7:30 മണി കഴിഞ്ഞാൽ അവർക്ക് വാതിൽ തുറക്കാൻ പേടിയാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവൻ പള്ളയ്ക്ക് കത്തി കയറ്റു, അവരെ വേറെ എന്തെങ്കിലും ചെയ്യുമോ. നമുക്ക് ഈയിടയ്ക്ക് തന്നെ നിങ്ങളെല്ലാം കേട്ടതാണ്, അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു 45-കാരൻ മകൻ. അവനൊക്കെ യഥാർത്ഥത്തിൽ സ്വസ്ഥബുദ്ധി എന്നേ പോയതാ. മാത്രമല്ല നമ്മുടെ അങ്ങൊക്കെ വേണം പ്രവർത്തിച്ച ആൾക്കാരോട് പറയാൻ, ഒരു വേണ്ടാത്തതിനപ്പോൾ സിനിമയിലും ഈ ടെലിവിഷനിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ അനുജ രാജേഷ് വാർത്ത വായിക്കുമ്പോൾ അനുജയ്ക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് വാർത്ത വായിക്കണം, ലേശം കഞ്ചാവ് അടിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ നഗരങ്ങളിൽ. അവർ നമ്മുടെ സിനിമ ഈ സ്ക്രീനിലൊക്കെ നിന്ന് സജീവമായി നിൽക്കുന്ന ആളുകളൊക്കെ നന്നായി കഞ്ചാവ് വലിക്കുന്നവരാണ്. മാത്രമല്ല അവർ നമ്മുടെ തന്നെ ടെലിവിഷൻ ലൊക്കേഷനിലൊക്കെ തന്നെ ഇവരെ കൊണ്ട് നമ്മൾ പൊറുതി മുട്ടിയിട്ടുണ്ട്. കാര്യം ഇവർ കഞ്ചാവില്ലാതെ വേദി കയറത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരിക്കൽ കൊച്ചിയിലെ തന്നെ ഒരു എക്സൈസ് കമ്മീഷണർ ഒരു നടൻ്റെ പേര് എന്നോട് പറഞ്ഞു, അവനെ ലൊക്കേഷൻ കൊണ്ടുപോയി സൂക്ഷിച്ചോ, നിങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾക്ക് റെയ്ഡ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തന്നെ അവന്മാരെ കൊണ്ട് ശല്യമാണ്. അപ്പം മാത്രമല്ല അനുഭവ സാക്ഷ്യം വെച്ച് ഞാൻ ടെലിവിഷനിലൂടെ പലതവണയും പറഞ്ഞിട്ടുണ്ട്,
കഞ്ചാവ് എന്ന് പറയുന്നൊരു വസ്തു കഴിച്ചതുകൊണ്ട് ഷാർപ്പായിട്ട് ബ്രെയിനൊന്നും ആർക്കും ഉണ്ടാകത്തില്ല. അപ്പോഴേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വേറെ സർജൻ പറയുന്നു, കൊച്ചിയിലെ ഒരു പ്രേതപ്പെട്ട ആശുപത്രിയിലുള്ള ഒരു സർജൻ പറയുന്നു, അങ്ങനെ കുറേ കാലമായിട്ട് പ്രിസിഷൻ കിട്ടാൻ വേണ്ടി കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജു ഇബ്രാഹിമിനെ കണ്ട കൈ കിട്ടി അവർ അറുത്ത് കയറി ലെവലാക്കി കളയും. ഇങ്ങനെ കഞ്ചാവ് അടിച്ചിട്ടില്ലേ നിൽക്കുന്നത്. ഇവനെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് നമ്മളിവൻ്റെയൊക്കെ സർജിക് ടേബിളിൽ പോയി കിടക്കുന്നത് ഞാൻ ആലോചിക്കുക. മാത്രമല്ല, അപ്പോൾ വേറൊരു കാര്യം കൂടെ പുള്ളി എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു. കേരളത്തിലെ പ്രൊഫഷണൽ മെഡിക്കൽ കോളേജുകളിൽ അങ്ങേക്കറിയാം, എന്നെക്കാളും എനിക്കറിയാം, ഈ മെഡിക്കൽ കോളേജിലെ കുട്ടികളിൽ ഭൂരിഭാഗവും ഇതിന് അഡിക്റ്റ് ആണെന്നുള്ളതാണ്. നമ്മുടെ കേരളം എങ്ങോട്ടാണ്? നമ്മളിത് പിടിച്ചു നിർത്തിയേ പറ്റൂ. കാരണം നമുക്ക് പോലീസ് സംവിധാനം ഉപയോഗിച്ച് ഉറവിടത്തിലിരുന്ന് ഒളിച്ചിരിക്കുന്നവനെ നമുക്ക് തകർക്കാം. പണ്ട് നമ്മൾ തകർത്ത ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം വീണ്ടും നോക്കാമെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. നമ്മളിവിടെ സ്പിരിറ്റ് ഒഴുകിയ സമയത്ത് ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ആന്ധ്ര പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് ഈ ചേട്ടന്മാരെല്ലാം കണ്ടിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുപോകും, അതുകൊണ്ട് കേരളത്തിലോട്ടുള്ള പരിപാടി നിർത്തിയാലേ ഇവിടെ വെച്ച് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയപ്പോൾ 2 കച്ചവടം പൂട്ടും എന്നുള്ളത് അന്ന് നിർത്തി. അന്ന് കേരളത്തിലേക്ക് എൻ്റെയൊക്കെ ഒരു സുഹൃത്ത് അത്യാവശ്യം സ്പിരിറ്റ് അടിച്ചുകൊണ്ട് വരുമായിരുന്നു. ആ സുഹൃത്ത് പറഞ്ഞത്, ആ ഓഫീസർമാർ പോയി അവന്മാരിപ്പം അങ്ങോട്ട് അയക്കുന്നില്ല പേടിച്ച്. കാര്യം ഞാൻ ജാർഖണ്ഡിൽ പോയ ഒരു സംഘം പോലീസുകാരെ കണ്ടിരുന്നു, ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ചു. ആ പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞത്, ജാർഖണ്ഡ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ 4 എണ്ണത്തിന് പിടിക്കാൻ വന്നാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അവിടെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല, ആരും ആ ഗ്രാമത്തിൽ കയറാൻ പറ്റത്തില്ല, കയറിയാൽ ഇവരുടെ കഴുത്തെ തല കാണത്തില്ല. ഇപ്പം തന്നെ എന്നോട് തന്നെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മാഫിയ സംഘങ്ങളുമായിട്ടാണ്, അപ്പം നിങ്ങൾ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പിന്നെ സഹൃദയനെ രാജീവ് ബ്രാവിനെ പോലുള്ള ഒരുപാട് സ്നേഹിതന്മാരെ നമുക്കുള്ളതുകൊണ്ട് അത് വിശ്വസിച്ച് നമ്മളിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാനിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ നോക്കും പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന്. കാരണം ഇതൊരു വല്ലാത്ത എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു അമ്പരപ്പാണിപ്പോൾ. കാരണം ചെറിയ കുട്ടികൾ 7ാം ക്ലാസ്സിലും 8ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കൂൾ എന്ന് പറയുന്ന മിഠായിയൊക്കെ കൊടുത്ത് ആളുകൾ ഇങ്ങനെ സ്വാധീനിച്ച് വീട്ടിലിരിക്കുന്നവരൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള അമ്മമാരോട് പറയേണ്ടത്, നിങ്ങൾ പണ്ട് സ്കൂളുകളിലൊക്കെ തന്നെ ഒരിക്കൽ പോലും പോയിട്ടില്ല, കുട്ടികൾ ജയിച്ചോ തോറ്റെന്ന് അറിയാൻ വേണ്ടി പോലും പോയിട്ടില്ല. പക്ഷേ നിങ്ങളിനി സ്കൂളിൽ പോകണം, നിങ്ങൾ ചൂലെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ ടെലിവിഷൻ ഇന്നുകൊണ്ട് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പല ആൾക്കാരും എന്നോട് പരാതി പറഞ്ഞു. അമ്മമാർ ചൂലെടുക്കണം, സമയമായി. ഈ ചൂലടിച്ച്, കാരണം വീട്ടിലുള്ള ചേട്ടന്മാർ മിക്കവാറും അടുത്ത കള്ളുഷാപ്പിൽ പോയിരുന്ന് അടിച്ച് പൂക്കുറ്റിയാവും. ആ ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഗൂഗിൾ വെച്ചിപ്പോൾ നിങ്ങളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സാറ്റലൈറ്റ് ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കുക, കള്ളുഷാപ്പിലായിരിക്കുന്ന അമേരിക്കക്കാരൻ്റെ സാറ്റലൈറ്റ് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി കള്ളുഷാപ്പിൽ നിന്ന് കയറിയിരുന്നാലും ഗൂഗിൾ വിടത്തില്ല. അപ്പം ഇവർ കള്ളു കുടിക്കുന്നുണ്ട്. ഈ മകൻ്റെ അടുത്ത് നീ ഈ വഴി പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിക്കും, പിന്നെ അച്ഛനെന്തിനാണ് കള്ളുഷാപ്പിൽ പോയിരിക്കുന്നതെന്ന് ചോദിക്കും. അതേസമയം അമ്മമാർക്കാണെങ്കിൽ ചോദിച്ചാൽ അവരുടെ മുമ്പിൽ ഉത്തരം മുട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് അമ്മമാർ ചൂലെടുക്കണം, അധ്യാപകർ ചൂലെടുത്തോളാൻ കോടതി ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടിക്കാൻ പറഞ്ഞിട്ടില്ല, കൈ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സൗകര്യം ഉപയോഗിച്ച് ഒരു വടി ഇങ്ങനെ പിടിച്ച് നടക്കുന്നൊരു അധ്യാപകനെ നമുക്ക് ഓർമ്മയില്ലേ. ആ മാഷൊക്കെ ഇന്ന് ഓർമ്മചിത്രമാണ്. ആ മാഷൊക്കെ തിരിച്ചു വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രാജീവ് ഇബ്രാഹിം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 5 ദിവസമേ ആയുള്ളൂ. അതിൽ നിന്ന് എനിക്ക് പല സ്കൂളിലും സംസാരിച്ചപ്പോൾ ഒരു ക്ലാസ് മുറിക്ക് ഒരു മോണിറ്റർ, ഒരു അധ്യാപകൻ, ഒരു PTA പ്രതി, ഇങ്ങനെ ആളുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അടുത്ത 90 ദിവസം കൊണ്ട് ഈ ഉറവിടം നശിപ്പിക്കാം. പക്ഷേ ഈ അഡിക്ഷൻ വന്ന പിള്ളേരെന്ത് ചെയ്യും? അതുകൊണ്ട് ഇവരെ നേരെയാക്കണമെങ്കിൽ ഇത്രയും സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം. CM അത് ബോധ്യമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്തു വന്നാലും ഇതിൻ്റെ അവസാനം കണ്ടെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത്. നിശ്ചിതമായ തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കേരളം കൈവിട്ടു പോയി എന്ന് വെച്ചോണ്ടാൽ മതി, ഇനി വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ AC റൂമിലൊക്കെ ഇരുന്ന് അത്യാവശ്യം വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ചൂട്, 39 ഡിഗ്രി ആണെയോ. തൃശ്ശൂർ പുല്ലൂർ ചെന്നപ്പോഴേ കുറേ ആൾക്കാർ തൂക്കുപാലത്തിൻ്റെ അവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു 1877 പഴിഞ്ഞ പാലമല്ലേ അത്? അതെ അവിടെ എത്രയാണ് ചൂട്? 39 നമ്മുടെ ഹ്യൂമിഡിറ്റിയൊക്കെ വെച്ച് നോക്കും ഭയങ്കര ചൂടല്ലേ. ഈ ദുബായിലൊരു 65 ഡിഗ്രി ചൂടിൻ്റെ ഫീലാണ് ഇവിടുത്തെ 39 ഡിഗ്രി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ചൂട് കൊണ്ട് പോകുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആത്മവിശ്വാസമാണ്. കാരണം മീഡിയ നൽകുന്നൊരു സമ്മർദ്ദമുണ്ട് പൊതുപ്രവർത്തകർക്കും, അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്കറിയാം നിങ്ങൾക്ക് സ്റ്റാഫൊക്കെ വളരെ കുറവാണ്, നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നത്. ഞാൻ ഇന്ന് തന്നെ അടൂരെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ റോഡിൽ പോയി, വഴിനീള കിടക്കുകയാണ് ഈ സാധനങ്ങൾ. അപ്പോൾ അവിടുത്തെ പെമ്പിളരൊക്കെ പറയുന്നത്, സാറേ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന്മാർ കഞ്ചാവൊക്കെ അടിച്ച് MDMA ഒക്കെ ആയിട്ട് റാവുന്നില്ല. ഞാൻ അവിടുത്തെ CEO പറഞ്ഞു, ഇത് നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വേറൊരു പണി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങേക്ക് ഞങ്ങളൊരു വെല്ലുവിളി പോലെ തരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ CCTV വയ്ക്കാനുള്ള പൈസ മുഴുവൻ നമ്മുടെ 24 നെറ്റ്വർക്ക് ചിലവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറേ ബോർഡും വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ശാസ്താംകോട്ട കോളേജ്, നല്ല കോളേജൊക്കെ കാണാൻ പോയതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജ്, സൂപ്പർ കോളേജ്.
അവിടെ ചെന്നപ്പം ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു മുളങ്കാടുണ്ട്, വയലാറിന് മുളങ്കാടെന്നൊരു കവിതാ സമാഹാരമുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അപ്പോൾ അതുപോലൊരു മുളങ്കാടാണ് എൻ്റെ മനസ്സിൽ. കയറിയപ്പം ഒരാൾ എന്നോട് പറയാം, ഇവിടെ മൊത്തം MDMA എന്ന്. അപ്പോൾ അവിടെ രാവിലെ 9 മണിക്ക് പിള്ളേർ ഇറങ്ങി നിന്നാൽ ഇവർ പോകുന്ന 7 മണിക്കാണ്. പിള്ളേരെ പിടിക്കാൻ പോലീസിനും പേടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെടുത്ത് ശാസ്താംകോട്ടയ്ക്ക് അയലി ചാടും. അതെങ്ങനെ കാഞ്ഞു പോയാൽ പിന്നെ ഈ പോലീസുകാരൻ്റെ ജീവിതം കട്ടപ്പോകുകയാവും. അതുകൊണ്ട് പോലീസുകാരൊന്നും മടിക്കുക. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമ്മളിപ്പം കാർഗിൽ യുദ്ധത്തിന് പോയി, ഇപ്പം നമ്മൾ പാകിസ്ഥാൻകാരൻ കാർഗിൽ കയറിയപ്പം പട്ടാളക്കാരൻ വെടിയേറ്റ് മരിക്കുമെന്ന് പറഞ്ഞാൽ കാർഗിൽ യുദ്ധം നമ്മൾ ചെയ്യാതിരിക്കുമോ എന്ന് പറയുന്ന പോലെ കാഷ്വാലിറ്റികൾ ഇതിനകത്തൊക്കെ ഉണ്ടാവും. ഞാൻ എന്നിട്ട് അവിടുത്തെ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിനോടും പറഞ്ഞു, നിങ്ങൾ ഈ മുളങ്കാട് ശുദ്ധമാക്കണം, അവിടെ 100 ബോർഡ് ഒട്ടിക്കാമെന്ന് പറഞ്ഞു. 100 ബോർഡ്. ഞങ്ങൾ ഇന്നലെ പോയതാണ്. ശാസ്താംകോട്ട കോളേജ് പോലെ പരിശുദ്ധമായൊരു കലാലയത്തിൻ്റെ തൊട്ടു വാതുക്കൽ. മാത്രമല്ല അവിടെ ഒരു മാരേജ് ഡെസ്റ്റിനേഷൻ സെൻ്ററൊക്കെ ആക്കാൻ പറ്റുന്ന സ്ഥലം. നല്ല മുളങ്കാടാണ്. വിഷ്വലിൽ ഇന്നലെ ചിലെങ്കിലും കണ്ടു കാണും. അത്രയും ദൃശ്യഭംഗിയുള്ള ഒരു സ്ഥലത്ത് ആൾക്കാരെ അത്യാവശ്യം കല്യാണം കഴിപ്പിക്കാവുന്ന സ്ഥലമാണത്. അവിടെയാണ് ആൾക്കാർ ചാവാമെന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വല്ലാത്ത സങ്കടം തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ വഴിതിരിയുന്നു. കാര്യം വീട്ടിലെ കുട്ടികളോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റൂ? തന്നേം തള്ളയോടും. ഈയിടെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവൻ്റെ മകൻ ഫിലോസോഫിക്കലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന്, ഇയാൾ എന്തൊരു തന്തയാടോ എന്ന് ചോദിച്ചെന്ന്. അവൻ പറയാണ്, എൻ്റെ അച്ഛനോട് ഞാൻ 10 ദിവസം റിഹേഴ്സൽ എടുത്താൽ ചോദിക്കാത്ത ചോദ്യം എൻ്റെ മോൻ 14 വയസ്സുള്ള മോൻ ചോദിച്ചു. അവൻ പറഞ്ഞ അവനത് ഡൈജസ്റ്റ് ആവുന്നില്ല, ഇയാൾ എന്തൊരു ടൈപ്പ് തന്തയാന്നുള്ളത്. ഒരു കാലഹരണപ്പെട്ടൊരു പിതാവായിട്ടാണ് കാണുന്നത്. ഒന്നും അറിയത്തുമില്ല, കഞ്ചാവ് അടിക്കത്തില്ല, ഇയാൾ എന്തൊരു മനുഷ്യൻ എന്നാണ് അവൻ ആലോചിക്കുന്നത്. അപ്പോൾ അതാ കറക്റ്റ്. അപ്പോൾ നമുക്കിത് വല്ലാത്ത ഒരു അമ്പരപ്പാണ്. കാര്യം നമ്മുടെയൊക്കെ അവതാര ലക്ഷ്യമായിട്ട് പൂർത്തിയായി, നമ്മളെ കാലയവനിക്ക് എവിടെ തുറക്കുന്നതെന്ന് വെച്ചാൽ ആലോചിച്ച് കിടക്കുകയാണ്. പക്ഷേ ഈ പുതിയ കുട്ടികൾ, അപ്പം നമ്മൾ കുട്ടികളെ, എനിക്ക് പക്ഷേ വേറെ റിക്വസ്റ്റ് ഉള്ളത്, നമ്മളിത് കേട്ട ആവേശം കൊണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും കുട്ടികളെ പ്രതികളാക്കി കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. കാരണം ഈ കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഈ തൊട്ടാവാടികളാണ്. അപ്പോൾ ഈ മൊബൈലൊക്കെ കുത്തിയുള്ള പരിചയം, വാട്സപ്പിലൂടെ പറയുന്ന ചേട്ടന്മാർ, അത് SLC പാസ്സാകാത്ത ചേട്ടൻ MA ആണെന്ന് അവതരിക്കുന്ന സാധനമാണ് ഈ വാട്സപ്പ് എന്ന് പറയുന്നത്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കയറി ഇരുന്ന് ശീലമേ അവർക്കുള്ളൂ. അപ്പോൾ ചെറിയൊരു കാര്യം മതി, ആ കായലോട്ട് എടുത്തിടാമെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് കുട്ടികളെ കുറേ ഡീൽ ചെയ്യണമെന്ന് മാത്രമല്ല, ഇവരല്ല തെറ്റുകാർ. ഇവർക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് തെറ്റുകാർ. പിന്നെ നമ്മൾ പിതാക്കന്മാർ കുട്ടിത്തം മാറാത്ത പിതാക്കന്മാർ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. രാവിലെ 1000 രൂപ വേണമെന്ന് പറഞ്ഞാൽ, എടാ മോനെ ചക്കര നിനക്ക് 1000 മതിയോ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റ് വെച്ചുകൂടെ. നമ്മളൊക്കെ പണ്ട് 100 രൂപയ്ക്ക് 100 രൂപ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചന്തി നോക്കി അടിച്ചു തരുമായിരുന്നു. എനിക്ക് ഒരു തൊഴി കൂടെ തരും നമ്മൾ നടന്നു പോകുമ്പോഴേ. അപ്പോൾ നമ്മളെ മോന്തയും വിട്ട് വീണി അച്ഛൻ്റെ തൊഴിയും കൊണ്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രമല്ല, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഈ കുട്ടിയെ നമ്മൾ നോക്കിയിട്ട് മൻമോഹൻ സിംഗിൻ്റെ അതേ ചായയുണ്ട്, ചിലപ്പോൾ എക്കണോമിസ്റ്റ് ആവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ. നമുക്ക് ജീവിതത്തിൽ പറ്റാത്തത് മുഴുവൻ ഈ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മേളിലും കെട്ടിവെക്കുക. പിന്നെ അങ്ങോട്ട് പരീക്ഷണം, പഠിക്കുക, നീ SLCക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആവണം. എന്ത് റാങ്ക്? നിങ്ങളറിയേണ്ട കാര്യം, ഈ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഇപ്പോൾ ജോലിക്ക് എടുക്കുമ്പം ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോൾ ആരും നോക്കുന്നില്ല. ഒരു ചർച്ചയ്ക്ക് ഇരുത്തും 5-6 പേര്. ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് ഈ മുതലാളിയുടെ പരിവാരങ്ങളുടെ അപ്പുറത്തിരുന്നിട്ട് ഈ ക്യാമറയ്ക്കകത്തുകൊടുത്ത് കാണും. അതിൽ ഏറ്റവും സ്മാർട്ടായ 3 പിള്ളേരെ തപ്പും, ഇൻ്റർവ്യൂ നടത്തും. എങ്ങനെയുണ്ടാ മോനെ എന്ന് ചോദിക്കും. അപ്പം ഈ ജോലി നിനക്ക് കിട്ടിയില്ല എന്ത് സംഭവിക്കും? ഇയാൾ വേറെ ആളെ അന്വേഷിക്കും, മുതലാളിയുടെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവൻ സ്മാർട്ടാണെന്ന് മനസ്സിലാവും, അവനെ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഫസ്റ്റ് റാങ്ക് അങ്ങനെ ഇരിക്കട്ടെ, വലിയ കാര്യമൊന്നുമില്ല. അത് നമ്മൾ പഠിപ്പിക്കേണ്ട അങ്ങനെ ഒരു കാലമല്ല. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ നമുക്കിത് ഒരുപാട് താമസിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് താമസിച്ചാലുള്ളൊരു കുഴപ്പം, ഈ കുട്ടികൾ MDMAയിൽ കൂടുതൽ അഡിക്റ്റ് ആവുക. എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, എൻ്റെ യാത്ര തുടങ്ങിയതിന് ശേഷം നമ്മുടെ അനുജയ്ക്കും പ്രജിനും ഒക്കെ അത് മനസ്സിലായിട്ടുണ്ട്. എന്നോട് ആഷ്മിയും അതുപോലെ വിജയകുമാറൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും ഇത് മനസ്സിലായിട്ട് അവർ പോയിരിക്കുന്നത്, അവർ തിരിച്ചു വരും. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനൊരു ജയഭാരതം എന്ന് പറയുന്നൊരു പുല്ലൂരിലെ ഒരു മനോരോഗാലയത്തിൽ ഒരാളുടെ സ്റ്റാൻഡ് ബൈ ആയിട്ട് കുറേ ദിവസം പോയി ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനോരോഗി അല്ലെങ്കിൽ മാനസികമായി ചികിത്സ തേടുന്ന ഒരാൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ MDMA കഴിച്ച, അങ്ങേക്ക് നല്ല പരിചയമുണ്ടല്ലോ, MDMA കഴിച്ച ആളുകൾക്ക് ഈ മനോരോഗം വന്ന ആൾക്കാരുമായിട്ട് ചില സിമിലാരിറ്റികളുണ്ട്. മുമ്പ് നിൽക്കുന്ന അമ്മയാണെന്ന് മനസ്സിലാകത്തില്ല. സ്വന്തം അച്ഛൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയാൽ നമ്മുടെ ജീവിതം പാഴാകുമെന്നവർക്ക് മനസ്സിലാകത്തില്ല. അവരുടെ ലൈഫ് തന്നെ എന്താണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ MDMA കഴിച്ച് ശീലിക്കുന്നവർ 4-5 ദിവസം പ്രാവശ്യം മതി, അഡിക്റ്റ് ആവും. ഈ വെളുത്ത പഞ്ചസാരയിലുള്ള ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ആദ്യം തോന്നും. മാത്രമല്ല, ഈ സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെ, പല ആളുകളും, നമ്മളറിയുന്ന പല നടന്മാരും ഇതിന് അഡിക്റ്റ്. അവർ പറയുന്നത് വെച്ചാൽ ബ്രെയിൻ അങ്ങ് ഷാർപ്പാവുകയാണെന്നാണ് പറയുന്നത്. അതായത് അനുഭവങ്ങൾ പാളിച്ചകളിലെ സത്യൻ അഭിനയിച്ച സീനൊക്കെ അതേപോലെ പുനരാവിഷ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഈ ഒരൊറ്റ സാധനം കൊണ്ടാണെന്നാണ് പറയുന്നത്. എവിടെ ഇവന് ഒരു ഗുണമുണ്ടാവും. ഞാൻ ഒരാളിൻ്റെ അനുഭവം പറയാം. അയാൾ ഗുരുതരമായി അസുഖം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി.
ജീവിതത്തിലുടനീളം കഞ്ചാവ് ഉപയോഗിച്ചിട്ടുള്ളത്, പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഡോക്ടർ വന്ന് എന്നോടാ പറഞ്ഞത്, ഈ മനുഷ്യനെ ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അങ്ങോട്ട് കയറിയ മരുന്ന് തിരിച്ചിറങ്ങി വരിക എന്ന് പറഞ്ഞു. മനുഷ്യ ശരീരത്തിലേക്ക് ഈ കഞ്ചാവ്, അങ്ങേക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഇത് കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് മരുന്നുകൾ ഏക്കത്തില്ല. അത് രോഗത്തിന് ചികിത്സിക്കേണ്ടി വരുമ്പം ക്രിയ കൂടുകയല്ലാതെ മാർഗ്ഗമില്ല. അകാലത്തിലെ കാലയവനികയ്ക്കുള്ളിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊള്ളാം. അതുകൊണ്ട് അത്രയും അപകടം പിടിച്ചൊരു ഇതാണ്. നമ്മൾ 14 ജില്ലകളിലൂടെ 30 ദിവസം യാത്ര ചെയ്ത് കഴിയുമ്പോൾ 15 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു PhD പ്രബന്ധത്തിൻ്റെ അതേ സംശുദ്ധിയിൽ ഒരു സാധനം തയ്യാറാക്കി നമ്മൾ പല ആൾക്കാരോടും നമ്മുടെ ഗവേഷണ വിഭാഗം നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോടും പോലീസുകാരോടും ജനപ്രതിനിധികളോടും ഒക്കെ സംസാരിച്ച്, സ്കൂൾ അധികൃതരോടും ഒക്കെ സംസാരിച്ച് പ്രായോഗികമായി എന്താണ് ഈ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നുള്ള പ്രബന്ധം ഉണ്ടാക്കി VD സതീശൻ്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ച് മുഖ്യമന്ത്രി കൊടുക്കാനാണ് തീരുമാനിച്ചു. മുഖ്യമന്ത്രി അത് വളരെ സ്വാഗതം ചെയ്തു. ലൈവായിട്ട് അന്ന് നമ്മൾ സംരക്ഷണം ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് അതിനു മുമ്പേ തന്നെ ഈ പ്രശ്നം തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കാരണം ഇത് നമ്മളൊന്ന് അവസാനിപ്പിച്ചാൽ പിന്നെയും തിരിച്ചു വരും. കാരണം ഇത് പോലീസ് സംവിധാനം എനിക്കിപ്പോഴും കേരള പോലീസ് സേനയിൽ വിശ്വാസമാണ്. കാര്യം നമ്മുടെ പോലീസുകാരിൽ മിടുക്കരായ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ സ്തുതി പറയില്ല, നല്ല മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാര്യം ഇപ്പം തന്നെ ഈ ബംഗാളിനടുത്ത് പോയിട്ട് ഒരു ലോക റൗഡികളായിട്ടുള്ള ഒരു സംഘം ആൾക്കാരുടെ മടയിൽ പോയി 4 കള്ളന്മാരെ പിടിച്ചുകൊണ്ട് വന്നു. അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയി 2 ടാൻസാനിയക്കാരുണ്ട് വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ട് വന്നു. കാര്യം ഇവരുടെ മിടുക്കാണ്. അവിടെയൊക്കെ പോയാൽ കഴുത്തെ തല കാണത്തില്ല. അത്രയുമുള്ള സ്ഥലത്ത് പോയി പിടിക്കാൻ പറ്റുന്ന മിടുക്കരായ, ഞാൻ പറഞ്ഞ മനോജ് എബ്രഹാമിനെ പോലുള്ള ആൾക്കാരെ ചുമതല ഏൽപ്പിക്കണമെന്ന് ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ രഹസ്യമായിട്ട് പറഞ്ഞു. കാര്യം അദ്ദേഹം കൊച്ചിയിൽ ചാർജുള്ളപ്പോൾ കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോൾ ഷാഡോ പോലീസിങ്ങിലൂടെ കൊച്ചിയിലുള്ള അധോലോക സംഘത്തിനൊക്കെ അൾട്ടിമാറ്റം കൊടുത്ത് അവിടുന്ന് പിടിച്ച ആളാണ് അദ്ദേഹം. പുള്ളിക്ക് ചെയ്യാൻ പറ്റും. പുള്ളിക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം. പോലീസ് തലപ്പത്തുള്ള ഈ ഗ്രൂപ്പ് വഴക്കൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഈ നാട്ടിലെ അവസാനത്തെ MDMA വിൽക്കുന്നവനും ഈ നാട് വിട്ടു പോകണം. ഞാൻ പറയുന്നത് ഇവ വേറെ ഏത് സംസ്ഥാനത്തോ പോട്ട്, നമ്മുടെ നാട്ടിൽ വേണ്ട എന്നുള്ളത്. നമ്മുടെ നാടിൻ്റെ ഒരു പേരും പെരുമയുണ്ട്, ഒരു ഖ്യാതിയുണ്ട്. അത് നമുക്ക് നിലനിർത്തണം. നമ്മുടെ നാട് സംശുദ്ധമായ നാട്, എൻ്റെ നാട്, എൻ്റെ അഭിമാനം. എനിക്ക് പറയുന്ന മണ്ണാണ്. ഈ മണ്ണ് ചവിട്ടി തേക്കാൻ നമ്മൾ ആരെയും അനുവദിക്കില്ല. ഇവിടെ നിന്ന് അവസാനത്തുള്ള ഈ കക്ഷിയും പുറപ്പെട്ടു പോകുന്നത് വരെ 24-ൻ്റെ ശക്തി സാധ്യത മുഴുവൻ, അഥവാ കുറച്ച് റേറ്റിംഗ് താണുപോയാലും നമ്മൾ കെയർ ചെയ്യുന്നില്ല. നമ്മളതിൻ്റെ ശക്തി സാധ്യത മുഴുവൻ ഇതിനായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അത്ര ഗുരുതരമാണ്. എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ജനിപ്പിച്ച് വിട്ടതുപോലെ ഇതേവരെ ഒരു അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാര്യം എനിക്ക് പെട്ടെന്ന് കലിയൊക്കെ വരുക ഇപ്പോൾ. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ കയറി കലി വരുന്ന ആളല്ല. എനിക്ക് കലി ബാധിച്ചതുപോലെ ഞാൻ ഈ ഇടയ്ക്ക് അടിച്ചവൻ്റെ അലവ് നോക്കണമെന്നൊക്കെ ഒരു മോർണിംഗ് ഷോയിൽ പറഞ്ഞു. അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ സർക്കാർ എൻ്റെ പേര് കേസെടുക്കേണ്ടതാണ്, അക്രമത്തിന് പ്രേരിപ്പിച്ചെന്ന്. കാരണം നമുക്കങ്ങോട്ട് സഹിക്കുന്നില്ല ഓരോ വാർത്ത വായിക്കും. മാത്രമല്ല ഈ വാർത്തകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഹാഷ്മി ഒരു വാർത്ത വായിക്കേണ്ട വായിക്കേറി പൊത്തി. കാര്യം ഒരുത്തൻ ഇങ്ങനെ MDMA കാരൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഈ വാർത്ത വായിക്കണ്ട, മതി ഇത് വായിക്കണ്ട പോട്ടെ. കാര്യം ആൾക്കാരിന്ന് കാണുമില്ല രാവിലെ. നമ്മുടെ ഒരു ദിവസം, അതായത് ഈ അടുത്തിടയ്ക്ക് വന്ന കണക്ക് നിങ്ങളുടെ കൈ കാണും. 2 മാസം കൊണ്ട് 70 കൊലപാതകം, അതിൽ 30 MDMA. അപ്പം നമുക്ക് ഒരു ദിവസം ഞാൻ 11 കൊലപാതകം വായിച്ചു. 7-നും 9-നും 2 മണിക്കൂറുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഇങ്ങനെ പോയാൽ എൻ്റെ ആയുസ് ഇങ്ങനെ എരിഞ്ഞു തീരുമല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ശ്വാസം മുട്ടിയ അന്തരീക്ഷത്തിൽ നിന്നാണ് AC റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ഇത്രയും ചൂടൊക്കെ സഹിച്ച് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ അതീവ ഗൗരവത്തോടെ എടുക്കണം. നമ്മൾ ചെറിയ കാര്യമല്ല. പിന്നെ നമ്മൾ ഈ അയൽവാസിയെ കണ്ടാൽ മിണ്ടാത്ത കാലമാണ്. നമുക്കറിയത്തുമില്ല ആരാ അയലത്ത് താമസിക്കും. നിങ്ങൾ ആ വാതിൽ കോവിഡ് കാലത്ത് അടച്ചത്, അതൊന്നും തുറക്കണം കേട്ടോ. ജനാലയൊക്കെ തുറന്നിട്ട് അയലത്ത് ഏത് എങ്ങാരം പിള്ളയാണ് താമസിക്കുന്നൊന്നും ചോദിച്ചേക്കണം ചേട്ടൻ. ഞങ്ങൾ ഈയിടയ്ക്ക് ഞാനിപ്പോൾ ഒരു കോളേജിലൊരു ഒരു ചോദ്യം ചോദിച്ചു, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. നിങ്ങളുടെ വീടിൻ്റെ 3ാമത്തെ വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥൻ്റെ പേരെന്തോന്ന് ചോദിച്ചു. ആ കുട്ടി മുഖം അങ്ങ് താഴ്ത്തി. കൊച്ചിനെ അറിയത്തില്ല. പണ്ടൊക്കെ അങ്ങനെയാണോ? നമ്മുടെ പത്തനംതിട്ട വന്ന് 5 കിലോമീറ്ററിനുള്ളിൽ ആരെങ്കിലും അപരിചിതർ വന്നു കഴിഞ്ഞാൽ ഇയാൾ കുറച്ച് പേരായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്ന ആളിൽ അന്വേഷിക്കുമായിരുന്നു. ഇനി അങ്ങനൊരു കാലമാണ്. മനുഷ്യാവകാശൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാര്യം ആയുസറ്റ് പുതിയ തലമുറ നശിപ്പിച്ചു പോകണോ, മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്നിടത്ത് മനുഷ്യാവകാശം അല്പം താമസിച്ച് സംരക്ഷിച്ചാൽ മതി, ആദ്യം ജീവിതം സംരക്ഷിക്കുക എന്നേ നമ്മൾ പറയൂ. അത്ര അപകടകരമായ സ്ഥിതിയിലൂടെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും മഴയൊക്കെ താണ്ടി ഇവിടെ വന്നു. അപ്പോൾ രാജീവ് എബ്രഹാം എനിക്ക് വളരെ കാലത്തെ സുഹൃത്താണ്. നമ്മൾ തമ്മിലൊക്കെ നമ്മൾ കുറച്ച് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പുള്ളി പിന്നെ സഹൃദയനായതുകൊണ്ട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ വന്നു, സന്തോഷം. നിങ്ങൾക്ക് ഇനി പിടിപ്പത് ജോലി വരാൻ പോവുക. അങ്ങേക്ക് ഇനി ഉറങ്ങാൻ സമയം കാണത്തില്ല. അങ്ങ് ജീവിതത്തിൽ 3 മണിക്കൂറായി ഉറക്കം കുറച്ചുള്ളൂ. ഒരു പ്രഡിക്ഷനായിട്ട് ഞാൻ എടുക്കാം. അത്രയും കൂടുതൽ അപകടകരമായ സാഹചര്യമുണ്ട്. ഞാൻ ഒരു 4 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ കേട്ടോ ശരിക്കും. പക്ഷേ അങ്ങൊരു 3 മണിക്കൂറാക്കി ചുരുക്കേണ്ടി വരും. പിന്നെ അങ്ങ് ഭാര്യയോട് പറഞ്ഞേക്കുക, വലിയൊരു യാത്രയ്ക്ക് പോകുന്നല്ലേ
പറഞ്ഞേക്കാം, ഇനി എന്നെ കാണത്തൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാലം അങ്ങ് ഇതിൻ്റെ പിന്നാലെ ഇറങ്ങുക. നിങ്ങളുടെ ഒരു കരുത്താണ് ശരിക്കും വേണ്ടത്. അപ്പോൾ രാജു എബ്രഹാം 2 വാക്ക് സംസാരിക്കുക ഇതിനെക്കുറിച്ച്. രാജുവിൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ കാണുമല്ലോ. ഞാൻ മൈക്ക് പിടിച്ചത് ഞാൻ എൻ്റെ ജോലി രാജു ഞാൻ ആദ്യമായിട്ട് SKN അഭിനന്ദിക്കുകയാണ്. കാരണം ലഹരിക്കെതിരെ SKN ഇറങ്ങിയാൽ കേരളത്തെ ശുദ്ധീകരിക്കാൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. 40 വർഷം SKN തുടക്കം മുതൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നമ്മൾ തമ്മിലൂടെ ഞങ്ങൾ ധാരാളം ഏറ്റുമുട്ടലൊന്നും നടത്തിയിട്ടില്ല, വളരെ നല്ല ബന്ധത്തിലൂടെയാണ്. തീർച്ചയായിട്ടും കേരളത്തെ കീഴടക്കാനുള്ള വലിയൊരു മനസ്സ് SKN ഉണ്ട്, 24 ഉണ്ട്, 24-ലെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. ഇവിടെ എനിക്കൊരു എളിയ അഭിപ്രായം, ഇപ്പോൾ SKN രാവിലത്തെ ആ മോർണിംഗ് ഷോ തന്നെ, രാവിലത്തെ വാർത്ത, തീർച്ചയായിട്ടും അതൊരു ലഹരിയാണ്. അപ്പം നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നമുക്ക് ലഹരിയായി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് കുറേ സ്കൂൾ വാർഷികങ്ങളിൽ പോയി. അപ്പോൾ എനിക്ക് തോന്നി ഒത്തിരി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് പ്രസംഗിക്കുക. അതിനോട് ഒപ്പം ഒരു പ്രതിജ്ഞ ഞാനിപ്പം എല്ലാ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കും. വേറൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ലഹരി ഉപയോഗിക്കത്തില്ല, പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ എല്ലാ സ്കൂളിലും ഞാൻ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ആഴ്ചയിലൊരിക്കൽ ക്ലാസ് ടീച്ചർമാർ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റ വാചകത്തിൽ ഈ പ്രതിജ്ഞ ചൊല്ലുന്നത് ആ കുട്ടികളിൽ ഈ രാസലഹരിക്കെതിരായിട്ടുള്ള ഒരു വെറുപ്പ് വളർത്താൻ ഇടവരുത്തും. അപ്പോൾ നമ്മൾ മതങ്ങളെ അല്ല വെറുക്കേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അല്ല വെറുക്കേണ്ടത്, മനുഷ്യനെ അല്ല വെറുക്കേണ്ടത്. മനുഷ്യൻ വെറുക്കേണ്ടത് ഈ രാസലഹരിയാണ്. അത് നമുക്കൊരു പ്രതിജ്ഞയാക്കി എടുക്കാം. SKNന്റെ യാത്ര അതിന് നമുക്ക് വലിയ ആത്മധൈര്യം, പ്രചോദനം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരിക്കൽ കൂടി 40 വർഷത്തെ ഈ ജൈത്രയാത്ര കേരളത്തിൻ്റെ ഒരു വലിയ മോഡലായി, പുതിയ തലമുറയുടെ മോഡലായി മാറ്റാൻ കഴിയും. ഒരു കാര്യം കൂടി, കേരളം മാത്രം ശുദ്ധീകരിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ രാസലഹരി വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ്. അവരെ കൂടെ കയ്യാമം വെക്കാൻ രാജ്യമൊട്ടാകെ SKNന്റെ ഈ യാത്രയുടെ സന്ദേശം ഉയരട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പം ശ്രീ രാജു എബ്രഹാം പറഞ്ഞ പോലെ ഞാൻ മുഖ്യമന്ത്രിയോട് ഇതിനെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലെ 5 മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം നടത്തണം, അല്ലെങ്കിൽ ബംഗളൂരിൽ നിന്നൊക്കെ ആൾക്കാർ ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഈയിടെ നമ്മുടെ റിപ്പോർട്ടർ ബംഗളൂരു പട്ടണത്തിൽ പോയി സിറ്റി പോലീസ് കമ്മീഷനെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സ്വകാര്യ സാഹസമായതുകൊണ്ട് ഇതൊക്കെ യൂട്യൂബ് വഴി അങ്ങ് പോവും, ബാംഗ്ലൂർ വരെ എത്തും എന്നാലും ഞാൻ പറയുക. കാര്യം യൂട്യൂബ് വലിയൊരു അപകടം. രാജു എബ്രഹാം, ഞാൻ കൊട്ടാരക്കര ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചൊരു പ്രസംഗം നടത്തിയായിരുന്നു. അതിനകത്ത് ഞാൻ ഒരാളെക്കുറിച്ച് പരാമർശിച്ചു. നമ്മുടെ സാനു പച്ചാട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. തിരുവനന്തപുരത്ത് കൊച്ചി ചെന്നപ്പോൾ ഇറങ്ങിയപ്പോൾ അവരിവിടെ കൊടിയും പിടിച്ച് നിൽപ്പുണ്ട്. ആരെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞാൻ യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരുന്നു. അവിടെ ആകെ 85 പേരുള്ള ഒരു ഓഡിയൻസിലായി പ്രസംഗിച്ചത്. വലിയ അബദ്ധമായിപ്പോയി. ഇപ്പോൾ അവർ ആജന്മ ശത്രുവായി. വഴി വെച്ച് കണ്ടാൽ അടിച്ച് പറ്റിച്ചാലും അത്ഭുതമില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സിറ്റി പോലീസ് കമ്മീഷണർ നമ്മുടെ റിപ്പോർട്ടർ മലയാളി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനോട് പറഞ്ഞു, ഞങ്ങൾ മലയാളികൾക്കായിട്ട് ഇവിടെ ജയിലുണ്ടാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ റിപ്പോർട്ടർ ചോദിച്ചാൽ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, 10 ക്രിമിനൽസിനെ പിടിച്ചാൽ 7 പേരും മലയാളികളാണ്. എല്ലാം ഈ മയക്കുമരുന്ന് ഈ പരിപാടി. ഇവിടുന്ന് ഏറ്റവും നമ്മളെ സങ്കടപ്പെടുന്ന കാര്യം, ഈ നഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ പോകുന്ന പല കുട്ടികളും രാത്രിയിൽ ഇതൊക്കെയാണ് പരിപാടി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ കുട്ടികളെയൊക്കെ പറഞ്ഞ് എന്നാ ഇനി ഇങ്ങനെ നേരെ പറ്റുക? നമുക്ക് ഇവർ യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. നമ്മളൊക്കെ പറഞ്ഞാൽ ഞാൻ ഔട്ട്ഡേറ്റഡ്. എൻ്റെ മകൻ ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓഫീസിലെ ഒരാൾ മേശയുടെ പുറത്ത് കയറുന്ന ഈ പ്രവർത്തന സമയത്ത് ഈ വർക്കിംഗ് അവേഴ്സിൽ സംസാരിക്കേണ്ടപ്പോൾ ഞാൻ അയാളെ വിളിച്ച് വാൺ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ മോൻ, അച്ഛൻ യു ആർ എൻ ഔട്ട്ഡേറ്റഡ് മാൻ. നാസയിലൊക്കെ ഈ ആൾക്കാർക്ക് ടെൻഷൻ കയറുമ്പം താഴെ ഇരിക്കുന്ന ക്ലാർക്കിൻ്റെ കോമഡി കേൾക്കാൻ വേണ്ടി വന്ന് മേശപ്പുറത്ത് കയറിയിരിക്കുമെന്ന് പറഞ്ഞു. നമുക്കിതറിയത്തില്ലായിരുന്നു. അപ്പോൾ പുതിയ ജനറേഷനോട് നമുക്ക് സംസാരിച്ച് നിൽക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ആ ഒരു കാലത്താണ് നമ്മൾ. പക്ഷേ ഈ സംസ്ഥാന മുഖ്യമന്ത്രിമാരെല്ലാം കൂടെ തീരുമാനിച്ചാൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, നമുക്കത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷേ കുട്ടികളിലൊരു ബോധം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമുക്ക് അതിനുവേണ്ടി നമുക്ക് എത്തിക്കണം. അതിൽ അതേസമയം നിങ്ങൾ കുട്ടികൾ വളരെ സെൻസിറ്റീവാണ്. അവരോട് നമുക്ക് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മളിലെ ശാസ്താംകോട്ടിലെ SI പറഞ്ഞൊരു കാര്യമുണ്ട്, അവളെങ്ങാനും എടുത്ത് കായലിച്ചാടി എൻ്റെ കാര്യം പോക്കല്ലേ സാറേ എന്ന് ചോദിച്ചു. സംഭവം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല.
അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. ഇത് ഒരു മനഃശാസ്ത്ര യുദ്ധം വേണം. അതേസമയം ക്രിമിനൽസിനെ നമുക്ക് അകത്താക്കണം. നമ്മുടെ ഇവിടുന്ന് ഒരുപാട് മലയാളികൾ ബാംഗ്ലൂരിലും മറ്റുള്ള പട്ടണങ്ങളിലും പോയി ഈ സാധനം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. പിന്നെ ചില നേതാക്കന്മാർ ഇവരെ സംരക്ഷിക്കുന്നുമുണ്ട്. ആ നേതാക്കന്മാരെ നമ്മൾ തള്ളിപ്പറയണം, ഒറ്റപ്പെടുത്തണം. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എത്ര കടി കെട്ടിയ നേതാക്കന്മാരായാലും ഈ MDMA പോലുള്ള മാരക വസ്തുക്കൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരുടെ പേര് 24 നിങ്ങൾ കാണും. നമുക്കത് അവർ ആരാണെന്ന് പ്രശ്നമേ അല്ല. കാര്യം ഇതിൽ കൂടുതലൊരു നാടിനൊരു നാശം ചെയ്യാനില്ല. കള്ളക്കടത്ത് ചെയ്താലും നമുക്ക് ഇത്രയും പ്രശ്നം വരത്തില്ല. കള്ളക്കടത്ത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അത്രയും വലിയ അപകടം ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രാജീവ് പറയാൻ വേറെ സംഭവം ഉണ്ടായി. ഞാൻ ഇതിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ അറിയാത്തൊരു കാര്യം യൂട്യൂബിൽ കിടക്കുന്നു. ഞാൻ കൊട്ടാരക്കര മത്സരിക്കാൻ പോവാണെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ആ പാവം KN ബാലഗോപാൽ അവിടെ നിന്നാണ് മന്ത്രിയായിട്ട് സംസ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞെട്ടലുണ്ടായി കാണും മിക്കവാറും. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല പാർട്ടി ഈ പ്രവർത്തനം നടത്താനോ അതല്ലെങ്കിൽ നമ്മളതൊക്കെ ഒരു ചാനലിൽ കയറിയപ്പോൾ തന്നെ ചാനലുകാരനായി മാറി. നമുക്ക് ഏറ്റവും സുഖമുള്ള പണി ഇത് തന്നെ, നമുക്കറിയാവുന്ന പണി ഇത് തന്നെ. ഇവരൊക്കെ ഇപ്പോൾ ഒരു ദിവസം നടന്നപ്പോൾ തന്നെ എൻ്റെ ഊപ്പാട് വന്നത് എനിക്കറിയാമല്ലോ. അപ്പോൾ പക്ഷേ ഇത് പന്തളത്തുള്ളൊരു ഭാർഗവറാം എന്ന് പറയുന്ന ഒരാൾക്ക് മനസ്സിലായി ഞാൻ കൊട്ടാരക്കര മത്സരിക്കാൻ പോവാണ്. അത് കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്നിട്ട് നിങ്ങളിതൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. എന്തെല്ലാം കാര്യങ്ങളായി നാട്ടിൽ വരുന്നത്, കുഴപ്പമില്ല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ എനിക്കൊരു സംശയം എന്താണെന്നറിയുമോ, ഏതോ MDMA വിൽക്കുന്നവനാണോ ഇതിൻ്റെ പിന്നിൽ? ചിലപ്പോൾ അവൻ പ്രചരിപ്പിച്ച് വിടുന്നതായിരിക്കും. ഞാൻ പിൻവാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അവർ അങ്ങനെ കാണാൻ ധരിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞത് കാസർഗോഡ് ഇറങ്ങിയിട്ടേ ഞാൻ പിന്മാറും. അല്ലേ പ്രജിൻ? അത്രേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ചാനലിൻ്റെ പിന്നണി പ്രവർത്തകരെ, നമുക്കറിയാം വലിയൊരു സാമൂഹിക പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സൈസ് വകുപ്പിന് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ മുന്നേ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കുറച്ചും കൂടെ ഒരു ആക്കവും ശക്തിയും വീണ്ടും കിട്ടിയിരിക്കുകയാണ്. കാരണം ഒരു ജനകീയമായൊരു മുന്നേറ്റം, ആ ഒരു ജനകീയമായ മുന്നേറ്റം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ തുച്ഛമായ ആൾക്കാർ നീങ്ങുന്ന ഒരു സംഘടിതമായ ഒരു ശ്രമമായിരുന്നെങ്കിലും ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ജീവനക്കാരുടെയൊക്കെ സ്റ്റാഫിൻ്റെയൊക്കെ പാറ്റേൺ വളരെ കുറവാണ്, പോലീസുകാരും എക്സൈസുകാരും. പക്ഷേ ഈ ഒരു സമൂഹം മുഴുവൻ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് നമ്മുടെ സർവീസിനിടയ്ക്ക് കാണുന്നത്. അപ്പോൾ അതിന് ന്യൂസ് 24-ൻ്റെയൊക്കെ വളരെ വലിയ സംഭാവനയുണ്ട്. അദ്ദേഹം ഇന്നലെ പോലെ ഞാൻ ചാനൽ കാണുന്നുണ്ട്. ഇന്നലെ കൊല്ലത്ത് നടന്ന പരിപാടി, ശാസ്താംകോട്ടിലെ പരിപാടിയൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥനും കൂടെ ഉള്ളതൊക്കെ കണ്ടു. ഇന്ന് രാവിലെ അടൂർ ഭാഗത്തെ പരിപാടി നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മുടെ ഓരോ വീടുകളും ലഹരി വിമോചന കേന്ദ്രങ്ങളായി, നമ്മുടെ ഒരു ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ബോധവൽക്കരണ കേന്ദ്രങ്ങളായി ഓരോ ഭവനങ്ങളും മാറണം. അതിലെ രക്ഷകർത്താക്കൾ എന്ന് പറയുന്ന ആൾക്കാർ ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് മാറണം. ഞാൻ ലഹരിക്കെതിരാണ് എന്നുള്ളൊരു ചിന്തയും പ്രവൃത്തിയും അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് നന്നാകും. ആ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ എക്സൈസിൻ്റെയും പോലീസിൻ്റെ ഒക്കെ വകുപ്പുകൾ കൂടെയുണ്ട്. ജില്ലാ മേധാവി എന്ന നിലയിൽ എക്സൈസിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ വലിയ കേസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് തുടരും. ഞങ്ങളുടെ സാന്നിധ്യം, ഞങ്ങളുടെ വനിതാ ഉദ്യോഗസ്ഥരുടെ സഹിതം ഇവിടെ സാന്നിധ്യം ഉണ്ട് അവരുടെ. അപ്പോൾ അവർ രാത്രിയൊക്കെ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ നിരത്തുകളിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മറ്റുള്ള ഭവനങ്ങളിൽ, വീടുകളിൽ ശാന്തത ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു. ആ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ പരിപാടിക്ക് എല്ലാവിധ ഇദ്ദേഹത്തിൻ്റെ, ഞാനൊരു കൊട്ടാരക്കര സ്വദേശിയാണ്, കൊട്ടാരക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. ഉറക്കം അത് തീർച്ചയായിട്ടും ഇപ്പം തന്നെ നമ്മൾ ചുരുങ്ങി കഴിഞ്ഞു. ഉറക്കം ഓൾറെഡി കുറവാണ്. ഉറങ്ങുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ആ ഒരു ചിന്ത, ഞങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ബോധ മനസ്സ് ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. എപ്പോഴും ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും നാടിൻ്റെ ആ ഒരു വലിയൊരു മാറ്റം നമ്മുടെ ഈ ചാനലിലൂടെ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ 40 വർഷം കഴിഞ്ഞു, ഇനിയും ദീർഘനാൾ നമ്മുടെ ഈ അദ്ദേഹം മുൻ MLA അദ്ദേഹം പറഞ്ഞ പോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടെ ഇതിൻ്റെ ഒരു സോഴ്സ് ഉറവിടം, അത് പിന്നെ അതുപോലെ തന്നെ ജനകീയ മുന്നേറ്റം കുറച്ച് ഇപ്പോൾ ഇന്ന് തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വിവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഞങ്ങൾ സമീപിക്കുന്നുണ്ട്. ക്ലാസ് വേണം, ക്ലാസ്സുകൾ, മറ്റ് പ്രോഗ്രാം വേണം, ഫ്ലാഗ് ഓഫ് ചെയ്യണം, ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കുറച്ച് ദിവസമായിട്ടുള്ളൊരു ട്രെൻഡാണ് മുന്നേറ്റം. ചാനലിൽ വരുവാണല്ലോ ഇതെല്ലാം. അതെ അതെ മാത്രമല്ല നമ്മൾ SKN40 എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തന്നെ ഇതിനായിട്ട് ഡിവോട്ട് ചെയ്തിരിക്കുക. അതിനകത്ത് വേറെ ഒന്നുമില്ല, കംപ്ലീറ്റ് ഇതാ. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറന്മുള കോളേജിലെ കുട്ടികൾ വന്നു, അവർക്ക് പ്രോഗ്രാം വേണം, ഫ്ലാഗ് ഓഫ് ചെയ്യണം. അതോടൊപ്പം തന്നെ പല പിന്നെ സംഘടനയുടെ യൂത്ത് വിങ്ങിലെ ആൾക്കാർ വന്ന്. നിങ്ങൾക്ക് പോലീസിംഗ് ആണ് നിങ്ങളുടെ പണി, ബോധവൽക്കരണം ഞങ്ങൾ ഏറ്റെടുക്കാം. നിങ്ങൾ
ഞങ്ങളെ എല്ലാ എൻഫോഴ്സിങ് ഞങ്ങൾ നടത്താനും ജനങ്ങളെ കൂടുതൽ ഈ കാര്യങ്ങൾ ബോധവാർക്കാനാക്കാനുള്ള ശ്രമം നടക്കുക. എനിക്ക് ആറന്മുള വള്ളസദ്യ നടത്തുന്ന ടീമുകൾ വരെ ഇന്ന് വന്നിട്ട് അവർക്കൊരു 500 പേരുടെ പ്രോഗ്രാം അവർ വിവിധ കരകളിലുള്ള ആലപ്പുഴ പത്തനംതിട്ട ബോർഡറിലേക്ക് അവരെ തുടങ്ങി. അപ്പോൾ അവർക്കിത് വേണം ആവശ്യം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള വകുപ്പുകളുടെ ഓഫീസർമാർക്ക് നിരന്തരം ഫോൺ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും തീരുന്നു. ഇദ്ദേഹത്തിന് 40 വർഷം ഇനിയും നീളട്ടെ. ന്യൂസ് 24ൻ്റെ ഈ ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒപ്പമുണ്ട്. നമ്മൾ നല്ലവരായ നാട്ടുകാരും ജനങ്ങളും ഒരു വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റി നമുക്കൊരു ലഹരി മുക്തമായ ഒരു സമൂഹം ജീവിതത്തെ ലഹരിയായിട്ട് നമുക്ക് സ്വീകരിക്കാം. അഡിക്റ്റഡ് ടു ലൈഫ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിൻ്റെ ഒരു നയം അതാണ്, ഒരു പോളിസി അതാണ്, ഞങ്ങളുടെ ഒരു സ്ലോഗൻ അതാണ്. ജീവിതത്തെ സ്നേഹിക്കുക, ജീവിതത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങളെ സ്നേഹിക്കുക. നമ്മുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും സ്നേഹമുള്ള ഒരു അച്ഛനും അല്ലെങ്കിൽ നല്ല സ്നേഹത്തോട്ടിരിക്കുന്ന മകളെയും കാണുന്ന മുഖങ്ങൾ കണ്ടുകൊണ്ട് എല്ലാ വീടുകളും കുറവുണ്ട് വീടുകൾ. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ മാറി. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ ഒന്നാണ് ഇതെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. സന്തോഷിക്കുന്ന സമാധാനമുള്ള വീടുകളുടെ എണ്ണം കൂടട്ടെ. അതിനെല്ലാവിധ സഹായങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. നന്ദി, നമസ്കാരം. താങ്ക് യു. അദ്ദേഹത്തിന് ഒരു ചെറിയ അങ്ങേക്കൊരു ഒരു സമ്മാനം, ഒരു 500 കോടി രൂപ വിലയുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എനിക്ക് ഇത്രയും വിലയുണ്ട്. അല്ലേ? അതെ. താങ്ക് യു. അങ്ങ് ഇതൊരു ഷോപ്പ് പീസായിട്ട് വീട്ടിൽ വെച്ചാൽ അല്ലെ ഓഫീസിൽ വെച്ചാലും മതി. ഓക്കെ, താങ്ക് യു. അല്ല, ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. അതായത് അനുജ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അനുജയ്ക്ക് മൈക്ക് കൈമാറാം. അതായത് നമ്മുടെ കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യും. ഈ കാലത്തും ചർച്ച ചെയ്യുന്നവരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാരണവശാലും നമ്മളിനി ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകൾ നിർജ്ജീവമായോ അവിടെ നിന്നാണ് ഇതൊക്കെ തലപൊക്കി തുടങ്ങിയത്. പണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ സമ്മതിക്കുമോ ഇതൊക്കെ ചെയ്യാൻ? അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് നേതൃത്വം അവാദം ഉണ്ടാക്കുകയും എല്ലാ ക്യാമ്പസുകളിലും, ഞാനിന്ന് പോയാൽ ക്യാമ്പസിലൊക്കെ അവർ ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു വിദ്യാർത്ഥി സംഘടനകൾ. ഞാൻ പറഞ്ഞു നിങ്ങൾക്കതിൻ്റെ കുഴപ്പമറിയാത്തതുകൊണ്ടാണ്. വിദ്യാർത്ഥി സംഘടനകൾ ആകെ എന്തോ ചെയ്യുന്നത്, ചിലപ്പോൾ അടിയും വഴക്കുമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ ഇതങ്ങനെ ഒരു ജനറേഷനെ തന്നെ നശിപ്പിച്ച് കളയുന്ന MDMA പോലുള്ളത് വ്യാപകമാകാൻ ഈ വിദ്യാർത്ഥി സംഘടനാ നേതൃത്വങ്ങൾ നിർജ്ജീവമാകുമ്പോൾ അത് പ്രശ്നമുണ്ടാകും. കക്ഷി രാഷ്ട്രീയക്കാരെ ക്യാമ്പസിൽ നിന്ന് ഇറക്കി വിടരുത്. നമ്മൾ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, പ്രജിൻ എന്തോ പറയാൻ വന്നു? കപ്പ് വേണം. അതെ, 2 കോടിയുടെ കപ്പാണത്. നീ CPM-ന് കോഴ കൊടുത്തൊന്നും വല്ലതും വരുമെന്തോ? SKന്റെ കാണാൻ നമ്മുടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. SKന് ഒരു പുസ്തകം വരും. അങ്ങയുടെ പേരെന്താ? വീട് കൊല്ലമാണ്. കൊല്ലമാണല്ലേ? എസ് എൻ കോളേജ് ജംഗ്ഷനിലാണ്. നമ്മളവിടെ പോയി കോളേജിലൊക്കെ പോയി നമ്മള് പിന്നെ ഞാൻ കോളേജിൽ കണ്ടു. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് ഒരു സൗഹൃദമായിരിക്കും. പഠിച്ചത് ചാക്കായിട്ട് 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കൊണ്ട് ഡ്രൈവിംഗ് ഞാൻ പോകുന്നില്ലായിരുന്നു. ആനപ്പിടുത്തം ഉള്ളപ്പോൾ അവിടുത്തെ വണ്ടി ഓടിച്ചിട്ടിരുന്നു. എൻ്റെ വലിയ ചെറിയ അവിടുത്തെ വണ്ടി ഓടിച്ചിട്ടിരുന്നു. പിന്നെ എൻ്റെ വലിയ ഫോട്ടോ എൻ്റെ തരാപ്പം ഞാൻ വാങ്ങിക്കാൻ പറ്റി. ഞാനെന്നും സാറിൻ്റെ വാർത്തയാണ് കാണുന്നത്. രാജീവ് ഗവൺമെൻറ് സന്തോഷൻ്റെ കൂടെ ഫെഡറൽ ബാങ്കിൻ്റെ പൈസ ലോണിൽ നിന്നത് അതിലപ്പുറം വൈകിട്ടല്ലേ. അപ്പോൾ എന്തായാലും സന്തോഷം. ഞാൻ അവിടെ നിൽക്കായിരുന്നു. 3 മണി വരെ പോയി നിൽക്കായിരുന്നു. അവിടെ നിൽക്കായിരുന്നു. ഒത്തിരി നേരമായിട്ട് കാത്തിരിക്കായിരുന്നു. താങ്ക് യു. പുതുശ്ശേരി സാറിനെ അറിയാം. സാറിനെ അവിടെ നേരെ ലാമ്പൊക്കെ കാണിക്കാൻ പോയിട്ടുണ്ട്. ചാക്കോ സാറൊക്കെ മരിച്ചുപോയി. ചാക്കോ സാറാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു കവിത എഴുതി. പുത്തനങ്ങാടിയിൽ പോയി ശ്രദ്ധയാർന്നൊരു ചൂല വാങ്ങുക ഭാഷാദീം എന്നൊരു കവിത എഴുതി. ആ ചൂലിപ്പോൾ ആവശ്യമുണ്ട്. ശരി ശരി. ആദ്യം കണ്ട സിനിമ ഓടയിൽ നിന്ന്. ഏത് സിനിമ? കേശവദേവിന്റെ ഓടയിൽ നിന്ന് സിനിമ. ഓടയിൽ നിന്ന് കൊല്ലം പഴയ റെയിൽവേ സ്റ്റേഷനിൽ 1 വർഷം തോന്നി. ശരി, ഓക്കെ, സന്തോഷം. താങ്ക് യു. ശരി, വരൂ. എന്നെ സ്മൃതിപ്പിച്ചു.
മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനെ ഇരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. നിങ്ങളുടെ പേര്? എൻ്റെ സ്മൃതി ബിജു, എവിടെ വീട്? പത്തനംതിട്ട. നേരത്തെ വാർത്ത എന്നെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? കുമ്പഴക്കാരൻ സ്മൃതി ബിജു എന്ന് ഓർമ്മയില്ല. ഓക്കെ ഓർമ്മ പ്രായമൊക്കെ ആവുമല്ലോ. ഓക്കെ ഓക്കെ. പക്ഷേ എന്നാലും അങ്ങനെ വാർത്ത ഞാനാ വായിച്ചെന്ന് എൻ്റെ ഓർമ്മ. അതെ അതെ അല്ലേ? ഉണ്ട്. ഞാൻ വിചാരിച്ചു വാർത്തയെ വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പേടിയാ. അല്ലല്ല, എന്ത് വാർത്തയെ എന്നെ കുറിച്ച് വായിച്ചെന്ന് വാർത്ത ഉണ്ടായിരുന്നു. അല്ലേ? ഓക്കെ, സന്തോഷം. താങ്ക് യു. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. എന്നെക്കാളും സുഖീകരിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നന്നായി. ഓക്കെ, അത് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാണോ അതോ ആ ഇനിയിപ്പോൾ അടുത്ത സംശയം വരും ഞാൻ കമലഹാസൻ്റെ ബന്ധുവാണോ എന്ന്. എനിക്ക് മനസ്സിലായി ചോദ്യം പോകുന്ന പോക്ക് എങ്ങോട്ടാന്ന്. ഓക്കെ, നിമിഷ കവിയാണല്ലേ? എഴുതിയതാണ്. ആ, അടൂർ വന്ന് അവിടെ പെട്ടെന്ന് എഴുതുമായിരുന്നേരം അവിടെ അവതരിപ്പിക്കാൻ പറ്റിയില്ല. പത്തനംതിട്ടയിലേക്ക് വരാൻ അപ്പോൾ രണ്ടുപേരെയും അവതരിപ്പിച്ചാലോ? തീർച്ചയായിട്ടും. ആ, രണ്ടുപേരെയും അവതരിപ്പിക്കാവൂ. സമയപ്രശ്നമുണ്ട്, എല്ലാവർക്കും വീട്ടിൽ പോകണം. ശരി. ഈ ചാനലിൻ്റെ സന്ദേശം അതുപോലെ തന്നെ ഒന്ന് എഴുതാൻ ശ്രമിച്ചതാണ്. അരുതക്രമം അരുത് ലഹരി എന്നാണ് ഈ കവിതയുടെ പേര്. അരുതേ അക്രമം അരുതേ ലഹരി അരുതേ യുവതേ മാനവരേ അരുതേ പുകച്ചുരൽ മറവിൽ നിങ്ങൾ അരുതാ പ്രവൃത്തികൾ ചെയ്യരുതേ അരുതേ അക്രമം അരുതേ ലഹരി അരുതേ യുവതേ മാനവരേ ദൈവത്തിൻ സ്വന്തം നാടാം കൈരളി ദിനവും കേൾപ്പൂരോദനങ്ങൾ ദയയില്ലാതെത്രയോ അരുങ്കൊലകൾ ലഹരിക്കടിമയായി ചെയ്തിടുന്നു മദ്യവും മയക്കുമരുന്നും മനുഷ്യൻ്റെ മസ്തിഷ്കം തകർക്കുമെന്നറിഞ്ഞിടണം മാനവ സ്നേഹം ലഹരിയാക്കാൻ നമ്മൾ മാരക വിപത്തിനെ അകറ്റിയിടണം. നമ്മൾ നേരത്തെ Thank you, ഒരു thank എഗ്രിമെന്റ് you, ഉണ്ടായിരുന്നു. thank you. റെഡി, താങ്ക് യു. അപ്പോൾ ഞാൻ ഏറ്റുവാങ്ങുന്നു. എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ? ഓക്കെ, Thank you. അപ്പോൾ നമ്മളെ സുനിൽ ടീച്ചറിനെ വിളിച്ചാലോ? ടീച്ചറെ വരും. ടീച്ചറെ ടീച്ചർ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുക. ടീച്ചറിൻ്റെ കയ്യിൽ വേണ്ടാത്ത കുറേ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ആ ടീച്ചർ എന്നാൽ അവിടെ വരുന്നൊരു 10 വീട് വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ടീച്ചർ എന്തോ ഇങ്ങനെയൊക്കെ തോന്നാൻ കാര്യം? ഞാൻ 10 വീടല്ല 347 വീടുകൾ ചോദിച്ചത്. അപ്പോൾ നമ്മൾ 347 വീടുകൾ വീടായി. അത് 400 ആക്കണമെന്ന് ആഗ്രഹമുണ്ടോ? 400 അല്ല, വീടില്ലാത്തവർ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കുമെന്നറിയില്ല. എൻ്റെ ടീച്ചറെ നമ്മുടെ യാത്രക്കിടയിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഞാൻ ഓർമ്മിച്ചു പോയി. കാര്യം എന്താ അറിയോ? എൻ്റെ കയ്യിൽ കുറേ മെമ്മോറണ്ടം തന്നു. ഞാനിത് വെച്ച് എന്താ ചെയ്യുന്നത് നോക്കിയപ്പോൾ എല്ലാം ജപ്തിയും വീടും. വേണേ കുറച്ച് ടീച്ചർക്ക് തരാം. അത് അല്ല, ജപ്തി ചെയ്യുന്ന അല്ലെങ്കിൽ ജപ്തിയുടെ അനുഭവത്തിൽ ഒത്തിരി പേര് വിളിക്കുകയും ഒരുപാട് പേര് 3 എനിക്ക് കിട്ടിയത്. ഒന്ന് ജപ്തി, ഒന്ന് വീട്, കിഡ്നി ട്രബിൾ. ഇത്രയും കിഡ്നി നാട്ടിലുണ്ടോ നമ്മൾ സംശയിച്ചു. അല്ല 3 അല്ല, എനിക്ക് എന്നും ദിവസവും വരാറുണ്ട്. പക്ഷെ നമ്മൾ ജപ്തിയിലോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് അതിനൊരു റീസൺ ഉണ്ട്. അപ്പം അത് ജപ്തി വരാതെ ബാങ്കുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ബാങ്കല്ല നമ്മുടെ ജീവിത രീതികൾ മാറ്റം വരുത്താൻ. അതായത് ഒരുപാട് പൈസ ഇരിപ്പുണ്ടോ? ഞാൻ അറിയാൻ ചോദിക്കാം. അല്ല ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. ഞാൻ പൈസ ഓരോന്ന് വിചാരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു. ടീച്ചർ കാശ് വേണേ തരാം, ഡോണ്ട് വറി. പിന്നെന്താ? പിന്നെന്താ? അപ്പൊ ഇതുപോലെയുള്ള തരാമെന്ന് പറയുന്ന ഒരാള് ഇങ്ങോട്ട് ഓഫർ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് പിരിവോ ഫണ്ട് റൈസിങ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു കോർപ്പസ് ഫണ്ടോ ഒന്നുമില്ല. CSR പരിപാടിയൊന്നുമില്ലല്ലോ. CSR ഇല്ല. ഒരു CSR ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒരു ഗവൺമെന്റ് ഫണ്ട് മേടിച്ചിട്ടില്ല. അല്ലാതൊരു ഫണ്ട് റൈസിങ് അങ്ങനത്തെ ഫണ്ടൊന്നുമില്ല. ഒരു വ്യക്തി അവര് ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്ന പൈസ കൊണ്ടൊരു വീട്. അതല്ല CSR സൂക്ഷിക്കണേ ടീച്ചറെ. ഞാൻ രാജു അബ്രഹാം ഈ അടുത്തിടയ്ക്ക് ഞാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പോയിട്ടൊരു മോർണിംഗ് ഷോ ചെയ്തു. അതിനകത്ത് ഞാൻ ഒരു ഡയലോഗ് അടിച്ചു. ഈ നിൽക്കുന്ന മനുഷ്യൻ സാധുക്കളുടെ രാജകുമാരനാന്ന് പറഞ്ഞു. അപ്പം അതും ചെയ്യില്ല. പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊന്നും അത് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അറം പറ്റിയോലായി അതിൽ പെട്ടുപോയതാ. നമുക്കൊക്കെ ഒരു വ്യക്തിയുടെ പൈസ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തി തരുന്ന പൈസ എത്ര ഉണ്ടോ
ആ പൈസ കൊണ്ട് പൂർണ്ണമായിട്ട് അർഹരില്ല, ഏറ്റവും ജെനുവിനായിട്ട് അതിനകത്ത് ലഹരി ഉപയോഗിക്കുന്നതിന് കൊടുക്കത്തുമില്ല. അതാണൊരു മെസ്സേജ്. അപ്പോൾ ഞാൻ നമ്മളെ പറ്റിച്ചിട്ടുണ്ടോയെന്നും നമുക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ മദ്യപാനിയെ നമുക്ക് കണ്ടറിയാം, പക്ഷേ ലഹരി മറ്റേതറിയത്തില്ല. അപ്പോൾ അതൊരു ഇത് പറയുന്ന പോലെ ലഹരി മദ്യം ഉപയോഗിച്ചാൽ അവനവൻ്റെ കരൾ പോവും, അവനവൻ്റെ ശരീരം പോവും. പക്ഷേ ലഹരി ഇപ്പോഴത്തെ ലഹരിയും മറ്റു ലഹരികൾ ഉപയോഗിച്ചാൽ ചുറ്റും നിൽക്കുന്നവൻ്റെ ലൈഫ് പോവും. അത്രേ ഉള്ളൂ. അതല്ല ടീച്ചർ, ഇപ്പോഴുണ്ടല്ലോ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇരട്ടപ്പേര് വന്നിട്ടുണ്ട്. അങ്ങ് അറിഞ്ഞോന്നറിയില്ല. എടാ സിന്തറ്റിക് എന്നാ വിളിക്കുന്നത്. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ പോടാ സിന്തറ്റിക് എന്ന് വലിയ കോമഡി ആയിട്ടാണ് വരുന്നത്. എന്തൊരു കാലം വന്നാലും അല്ലാതെ രക്ഷകർത്താക്കൾക്കും ചുറ്റുമുള്ള സമൂഹത്തിനും ദ ഹോൾ സൊസൈറ്റി എല്ലാവർക്കും അതിനകത്ത് റോളുണ്ട്. അതായത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, അതായത് കൊച്ചു കുട്ടികൾ തൊട്ട്, അതെന്ന് നേരത്തെ SK പറഞ്ഞല്ലോ, 7ാം ക്ലാസ് അല്ല, ഞാൻ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരിക്കൽ ചെറിയ പൊതികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് എവിടെ നിന്ന് വരുന്നു, ശരിക്കും ഇതിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്ന ആൾ ഇത് ഉപയോഗിക്കത്തില്ല എന്നാണ് നമ്മൾ അവരുപയോഗിക്കാതെ മറ്റുള്ളവരെ. അപ്പം നമ്മളൊരു കല്യാണത്തിന് പോയാൽ ആ കല്യാണത്തിന് നമുക്ക് തരുന്ന വെൽക്കം ഡ്രിങ്ക് തൊട്ട് നമുക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. നമുക്ക് എന്ത് വിശ്വസിച്ച് നമ്മളിത് കഴിക്കും? നമ്മളെ അതിനകത്തോട്ട് ആകർഷിക്കാനാണോ എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് ലഹരി അന്ന് ഇത്രയും വ്യാപകമല്ലായിരുന്ന സമയത്ത് ഐസ്ക്രീമിലൊക്കെ നമ്മളെ കൊണ്ട് ഐസ്ക്രീം കുടിപ്പിക്കാൻ വേണ്ടി അവർ വീണ്ടും ആ കടയിൽ കയറാൻ വേണ്ടി ചെയ്ത വിമൻസ് കോളേജിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അതൊരു രീതിയിലാണ്. അപ്പം നമ്മൾ എങ്ങനെ സേഫ് ആകണമെന്ന് ഒന്നാമത്തെ രക്ഷകർത്താക്കൾ വിചാരിക്കുക. നമ്മളൊരു കുട്ടിയെക്കുറിച്ച്, നമ്മുടെ മോനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മോളെക്കുറിച്ച് ഇത് ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ ഒരു രക്ഷകർത്താവും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മകനും ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എൻ്റെ മകളും ഇത് ഉപയോഗിക്കാമെന്നുള്ളൊരു ചിന്ത ആദ്യം രക്ഷകർത്താക്കൾക്ക് വരണം. എന്നിട്ട് വേണം നമ്മൾ ബോധവൽക്കരണം നല്ലതാണ്. പക്ഷേ ഞാൻ 2008 തൊട്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ബോധവൽക്കരണത്തെക്കാട്ടും ഉപരി വേണ്ടത് നടപടികളാണ്, ശിക്ഷാ നടപടി. അതുടനെ വേണം. നമ്മുടെ കയ്യിലൊന്നും ഇത് ഒതുങ്ങത്തില്ല എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം ടീച്ചറെ. ടീച്ചർ ഇനി നിന്ന് കഴിഞ്ഞാൽ കാശ് ചോദിക്കുക എന്നോട്, അത് കാരണം ഞാൻ ആരോടെ ഒരുത്തരോടെ ചോദിക്കാതായിട്ട് എനിക്ക് കാശ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കുറച്ച് കാശിരിപ്പുണ്ട്, ഞാൻ ടീച്ചർക്ക് തരാം. ഷിഹാബുദ്ദീൻ KM എക്സൈസ് ഇൻസ്പെക്ടർ, അങ്ങ് 2 വാക്ക് പറയണം. ഒരു ചെറിയ സമ്മാനം. ഒരു 500 കോടി മൂല്യമുള്ള ഈ കപ്പ് ടീച്ചറെ, എൻ്റെ മനസ്സിൻ്റെ ഭാവനയിൽ ഇതിൻ്റെ മൂല്യം എത്ര അറിയോ? 500 crores. വാ, അത്രയേ ഉള്ളൂ. ആ ടീച്ചർ എന്തോ ഒരു വീട് എന്തോ പ്രഖ്യാപിക്കുന്നു പറഞ്ഞൂടെ? ചുമ്മാ പ്രഖ്യാപിക്കും ടീച്ചറെ. ടീച്ചറിന് നല്ല സമയമോ? ആദിവാസികൾക്ക് ആദിവാസി മേഖലയിൽ അല്ല. അപ്പം നിങ്ങൾ പറയുന്ന ഏറ്റവും ജെന്യുവിനായിട്ടുള്ള കുടിലിൽ അതിനകത്തൊരു കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് കുടിലിൽ കിടക്കുന്ന സ്വന്തം സ്ഥലത്ത് 3 സെൻറ്റ് ഭൂമി അല്ലെങ്കിൽ 5 സെൻറ്റ് ഭൂമിയിൽ കുടിൽ കെട്ടി കിടക്കുന്ന സ്ത്രീകളും കുട്ടികളുമുള്ള നിരാശ്രയരായിട്ടുള്ള, അതായത് അടച്ചുറപ്പില്ലാത്ത കുടിലുകളിൽ കിടക്കുന്ന അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു വീട്, അത് ഒരാൾ തരുന്നതനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ. സാറ് SKക്ക് എത്ര തരാമോ അത്രയും ഞാൻ ചെയ്യാം. അതല്ല ഒരു വ്യക്തി തരുന്ന പൈസ. ഇപ്പം ചിലപ്പോൾ 5.5 അപ്പോൾ 5.5 ലക്ഷമാണെങ്കിൽ 5.5, അതല്ല 6.5 തരുവാണെങ്കിൽ ഞാൻ അല്ല, അതെനിക്കൊരാൾ തരുന്ന അനുസരിച്ച് അത് പൂർണ്ണമായിട്ട് വേറെ ആരുടെയും പൈസ അതിനകത്ത് ഉണ്ടാകത്തില്ല. ആ തരുന്ന പൈസ പൂർണ്ണമായിട്ട് ആ വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കും. അതാണ് രീതി. അപ്പോൾ താങ്ക് യു ഫോർ എല്ലാ കൺഗ്രാജുലേഷൻസും ഇങ്ങനെ ഉദ്യമത്തിൽ തുനിഞ്ഞിറങ്ങിയതിൽ. ഓക്കെ. അപ്പം നന്നായി. അപ്പം ഷിഹാബുദ്ദീൻ, ഈ ലക്ഷ്യം പൂർണ്ണമായും അതിൻ്റെ ലക്ഷ്യം നിറവേറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അങ്ങേക്കും ഉറക്കം കുറയും. റെഡി. എല്ലാ ആശംസയും അവർക്ക് അങ്ങനെ കൊടുക്കുന്നു. കാര്യം 8 മണിക്കൂറേ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യാവുന്ന കേരള സർവീസ് റൂളൊക്കെ പറയുന്നു. നമുക്കൊരു ടീഷർട്ട്, നമ്മുടെ ഒരു കവിത ആദരം. അതെ, അവൻ നമ്മുടെ ഇൻസ്പെക്ടർക്ക് ഒരു ആദരം. ഇതിട്ടുകൊണ്ട് വേണം അങ്ങ് ആളിനെ പിടിക്കാൻ കേട്ടോ. അങ്ങേക്കൊരു ഇരട്ടി ശക്തി കിട്ടും. അപ്പം ആരാ നമ്മുടെ ഇവിടെ ഒരു കവിത പാടാൻ പോകുന്നത്? താങ്കളാണോ? അതെ, നമ്മുടെ ലേഡി എക്സൈസ് ഓഫീസേഴ്സ് ഉണ്ട് ഇവിടെ, നമുക്കവരെ വിളിക്കാം. അപ്പം നമ്മുടെ ആരാ കവിത ചൊല്ലുന്നത്? 2 പേരോട് ചേർന്നാണോ? ശരി. നിങ്ങളുടെ കവിതയാണോ ഇത്? ആരെങ്കിലും എഴുതിയതാണോ? ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കവിതയാണ്. ഗീതാലക്ഷ്മി, കാർത്തിക.
ലക്ഷ്മിമാരുടെ പാടുക. ഞങ്ങൾ വലിയ ഗായകരൊന്നുമല്ല, ഞങ്ങളുടെ ഒരു ചെറിയൊരു കവിത. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഔദ്യോഗിക തിരക്കിനിടയിൽ ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്തു. തീർച്ചയായും ഹൃദയശൂന്യമാര് പൊതുവെ ഇപ്പോഴത്തെ കാലം. അതെ അതെ. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പടില്ലൊരു നാളും നാം വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസുയർത്തി പറയുക ലഹരിക്കടിപ്പടില്ലൊരു നാളും നാം. അത് നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു. എൻ്റെ ഹസ്ബൻഡിന് സാറിൻ്റെ രാവിലത്തെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അത് കേൾക്കും. വേറെ ഏതോ അവിടെ വരായിരുന്ന അപ്പോൾ പുള്ളിയോട് എന്നെ അന്വേഷണം പറഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ ഇതൊരു സംഭവം കൊടുത്തോട്ടെ. അപ്പം ആ ഹസ്ബൻഡിന് ഒരെണ്ണം ഇത് കൊടുക്കുക. ഇത് 3 പ്രാവശ്യം ഇട്ടാൽ അങ്ങനെ നേരെ ആയിക്കോളും. ഓക്കെ, ഇത് ഓക്കെ. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡിയിൽ വരുന്ന സാബു നാരായണൻ, എനിക്ക് തോന്നുന്നു രാജീവ് അബ്രഹാമിൻ്റെ ജീവിതം അഗ്നിപരീക്ഷണത്തിലായി. നമസ്കാരം. ഞങ്ങൾ കേരള പോലീസിൻ്റെ പത്തനംതിട്ട ജില്ലയാണ് ആദ്യമായിട്ട് ഫ്ലവേഴ്സ് കോമഡി സൂപ്പർ ഷോ പ്രോഗ്രാമിൽ 4 എപ്പിസോഡ് ചെയ്യാൻ ഒരു അവസരം തന്നത്. അതിനകത്തൂടെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സജഷൻ സാറിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഇതിന് ഈ ലഹരി ഇപ്പം കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ, 7ാം ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അധ്യാപകരും 7ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുള്ളതായിട്ട് ഓർമ്മയില്ല. പക്ഷേ സാർ നമ്മളിത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ 7ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളെ ഇതിന് വിധേയമാക്കാൻ ആളുകൾ ശ്രമിക്കുന്നത്? നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അതായത് ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ന്യൂസ് സ്റ്റോറി ഉണ്ട്. അതിൽ ഈ KG പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇതിന് വിധേയരാകുന്നു എന്നത് വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇത്തരം ഹോമുകളിലൊക്കെ ഇവരെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ ചെന്ന് പാർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ പറയുന്നതാണ്, ചേട്ടന്മാരിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യം തോന്നി. 5 വയസ്സൊക്കെയാണ്, ബെയർലി 5 years എന്നാണ് അതിൽ എഴുതിയേക്കണം. നമ്മുടെ ജില്ലയിൽ അതുവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ഇന്ന് നമ്മുടെ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നമ്മൾ പോയപ്പോൾ അവിടുത്തെ ചെയർമാൻ പ്രസംഗികരുടെ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ നെഞ്ച് തകർന്നു പോയി. ഞാൻ പിന്നെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. എന്താ പറഞ്ഞതറിയോ? ഈയിടെ ഹിന്ദു പത്രത്തിൽ അദ്ദേഹം ഒരു ടൈറ്റിൽ കണ്ടു, കേരള ഈസ് എ ട്രക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ, ഈ കേരളം ഒരു ട്രക്ക് ക്യാപിറ്റൽ എന്നൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? സാർ, അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, സാർ അത് ജനങ്ങളിൽ എത്തിക്കണം. നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഒരുപക്ഷെ ഒരു പരിധി വരെ ഇത് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഈ 5ാം ക്ലാസ് അല്ലെങ്കിൽ ഇപ്പം മാഡം പറയുന്നത് 5ാം ക്ലാസ് വരെയിലിട്ട് ഇപ്പം +2 വരെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങളും ബാഗുകളും നമ്മൾ പരിശോധിക്കണം വൈകുന്നേരം. അത് പെട്ടെന്ന് നിൻ്റെ പുസ്തകം എടുത്ത് അത് നോക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ എടുക്കില്ല. അവരെ സ്നേഹപൂർവ്വം ഇന്നെന്തൊക്കെയാണ് പഠിപ്പിച്ചത്, ആരെക്കൂടെ സംസാരിച്ചു എന്നും നമുക്ക് അവിടെ നോക്കുമ്പോൾ നമ്മൾ, അതായത് ആ ബാഗിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്ന കൂട്ടത്തിലുള്ള സാധനങ്ങളല്ലാതെ പതിവിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് നിരീക്ഷിക്കാം. അതവരുടെ മനസ്സിൽ വെച്ച് ഒതുക്കാതെ. താങ്കൾ പറഞ്ഞ ഐഡിയ നല്ലതാ, പക്ഷേ എത്ര പിതാക്കന്മാർക്ക് അറിയാം പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ടെന്ന്? സാർ, അത് നമ്മൾ രക്ഷകർത്താക്കളെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അല്ല, അവർ തന്നെ അടിച്ചു പോക്കറ്റിയായിട്ടാണ് വീട്ടിൽ വരുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ആദ്യം ഇവരെല്ലാം ശുദ്ധീകരിച്ചിട്ട് ഈ നാട് നന്നാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുക. ഞാൻ ഈ അമ്മയ്ക്കാണ് ഇത് പറ്റുന്നത്, അച്ഛനേക്കാളും അമ്മയ്ക്കാണ് പറ്റുന്നത്. അതുപോലെ അവർ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു സാധനം അവരുടെ ബാഗിനകത്ത് കണ്ടു കഴിഞ്ഞാൽ അത് അമ്മ മനസ്സിൽ ഒതുക്കാതെ, അല്ലെങ്കിൽ എൻ്റെ മോളത് ചെയ്യുന്നത് മറ്റുള്ളവർ അറിയുന്നു എന്നറിയാതെ അത് പുറത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാര്യം. അത്ര പറഞ്ഞ അങ്ങേക്ക് എന്തെങ്കിലും കോമഡി അവതരിപ്പിച്ചല്ലേ രാജു? ഇപ്പം നമ്മുടെ ഈ അടൂർ ഒരു ചായക്കട, ഇത് ഐറ്റം വേറെ എന്നൊരു പരിപാടി പങ്കെടുത്ത് രക്ഷപ്പെട്ടു. ഇവരധികം ഒരു 4-5 എപ്പിസോഡ് ചെയ്ത് പേര് പോപ്പുലറായി. ഇവരുടെ ഒരു ചായക്കട തുടങ്ങി. ഇപ്പോൾ സൂപ്പർ ഹിറ്റാ ചായക്കട. അത് ഐറ്റം വേറെ. ഉല്ലാസ് പന്തളോ ഒരു ചായക്കട പന്തളത്ത് തുടങ്ങാൻ പോകുന്നു. പന്തളം അല്ലെങ്കിൽ തുടങ്ങി പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ മിമിക്രി കുറേ സാധനങ്ങൾ ചെയ്യുമായിരുന്നു. കോമഡി ഉത്സവത്തിൽ ഞാൻ ആദ്യം വന്ന കോമഡി ഉത്സവത്തിലാണ്, പിന്നെ കോമഡി സൂപ്പർ ഷോ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വലിയ അംഗീകാരമുണ്ട്.
അപ്പോൾ എനിക്ക് ലഹരിക്കെതിരെ ഒരു കാര്യം ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു മൈക്ക് പിടിച്ചോട്ടെ. വിനു ഈ രാജപാളയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അവിടെ വിനുവിൻ്റെ അമ്മ വിനുവിനെ പ്രസവിക്കാൻ 4 മണിക്കൂറാണ് എടുത്തത്. ആ 4 മണിക്കൂർ 4 ദിവസം പോലെയാണ് തോന്നുന്നത്. ഇനിയും എൻ്റെ വിനു ലഹരി ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ കിടന്നാൽ മാമൻ ഈ വരുന്ന ഏപ്രിൽ 18 അമ്മയാണ് സത്യം. ആ കോഴിക്കോട് ശൈലിയിലൂടെ വന്ന മാമക്കോയ പറ്റൂല മോനെ, നമ്മളെ കൊണ്ട് പറ്റൂല. നാളെ കൊണ്ട് കല്യാണം, മറ്റന്നാളോട് കല്യാണം. ലഹരിയില്ലാതെ പോകാൻ പറ്റുമല്ലോ. തെക്കേലെ കാതറിക്ക കിളപ്പിലായി അല്ല വിവാത്തു ഉമ്മാന്റെ തലക്കടിച്ചു പറസ. നീ നമുക്ക് ലഹരി തന്നോണ്ടല്ലോ അതിൻ്റെ പോലെ അവിടെ നാടി കിട്ടിയത്. വരട്ടെ, ഗുഡ് ബൈ. താങ്ക് യു. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അല്ല, ഈ നമ്മുടെ ഡോക്ടർ ദിവ്യ അയ്യർ ഇതിൽ പങ്കെടുത്തിട്ടൊരു അഭിപ്രായം പറഞ്ഞു. പകലൊക്കെ കുട്ടികൾക്ക് വല്ല കൃഷി പരിപാടി അങ്ങനെയൊക്കെ ആക്കിയിട്ട് സ്കൂളെല്ലാം രാത്രിയാക്കാൻ. പിള്ളേർ എൻഗേജ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മണി 8 മണി വരെ ക്ലാസ് ഒന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സമയം കാണത്തില്ലെന്ന്. അത് നല്ലൊരു ഐഡിയ, നോക്കാവുന്ന. സാബുവിനൊരു ചെറിയ സമ്മാനം. ഇതൊരു തുടക്കമാകട്ടെ. സാബുവിന് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ കിട്ടട്ടെ. കൈക്കൂലിയായിട്ടല്ല ഞാൻ പറഞ്ഞു. നമുക്കൊപ്പം ഒരു ചലച്ചിത്ര സംവിധായകൻ ഇവിടെ ഉണ്ട്, അനൂപ് പുരുഷോത്തമൻ. ഇവിടെ ഇല്ലേ അനൂപ്? അതെ. അനൂപിന്റെ ഒരു പ്രത്യേകത സാറിന് അറിയാം, ലഹരിക്കെതിരായ ഒരു സിനിമ സംവിധാനം ചെയ്തയാളാണ്, സൂപ്പർ ജിംനി എന്ന ചിത്രം. അപ്പൊ ഒരുപക്ഷെ സംസാരിക്കാനുണ്ടാകും അതിനെക്കുറിച്ച്. നമസ്കാരം. ശരിക്കും ഈ സിനിമ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ സ്കൂൾ ഈ അവസ്ഥ കൊണ്ടാണ്. ശരി, ഒരു 1.5 വർഷം മുമ്പാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തുടങ്ങിയത്. ഈ അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ MDMA ഇവിടെ നമ്മുടെ പത്തനംതിട്ട തന്നെ പിടിച്ചായിരുന്നു. ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ. പിന്നെ ഈ സബ്ജക്റ്റ് അതുപോലെ തന്നെ MBBS പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കാരിയറാകുന്ന അവൻ്റെ അച്ഛൻ വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അയാൾ ജാമ്യം മകനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പിന്നെ അറ്റാക്ക് വന്ന് മരിക്കുകയും ഇവനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി വെച്ച പൈസ വെച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണത്തിന് വേണ്ടി ഒരു മാരത്തോൺ കണ്ടൻറ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ കണ്ടൻറ്. പക്ഷേ ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയിലോട്ടാണ് ഇത് പോയത്. ഇതിൻ്റെ സൂപ്പർ ജിമിനി എന്നാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു 8000 സ്കൂൾ കുട്ടികൾ തന്നെ തിയേറ്ററിൽ സിനിമ വന്ന് കണ്ടു, പത്തനംതിട്ടയിലും കോന്നിയിലുമായിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനിക്ക് ആ ടൈമിലാണ് 7 സിനിമ ഒന്നിച്ച് റിലീസായതുകൊണ്ട് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചതിൻ്റെ അത്ര തിയേറ്ററുകൾ അല്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അടുത്ത മാസം ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത മാസം തന്നെ തമിഴിൽ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സർ. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നമുക്ക് റിലീസിങ്ങിൻ്റെ ഇടാനുള്ള ഉടുപ്പാണ്. ഓക്കെ, താങ്ക് യു. അതുപോലെ നമുക്കൊരു പാട്ട് നമുക്ക് കേട്ടാലോ? അതിനു മുൻപായിട്ട് SYSന്റെ ഭാരവാഹികൾ കൂടി ഉണ്ട്. സുധീർ വഴിമുക്ക്, അൻസാർ SYSന്റെ ജില്ലാ ഭാരവാഹികളാണ്. അതിൽ സുധീർ വഴിമുക്കിനെ കൂടി ഒന്ന്. SKN നടത്തുന്ന ഈ പ്രോഗ്രാം തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച് കാസർഗോഡ് സമാപിക്കുമ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം സമൂഹം ഇത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ വളർന്നു വരുന്ന കൊച്ചു കുട്ടികളടക്കം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ലഹരി, മദ്യ, മയക്കുമരുന്ന്, കൊലപാതകങ്ങൾക്ക് കാരണം ശിക്ഷ ചെറിയ രീതിയിലുള്ളത് കൊടുക്കുകയും അത് പുറത്തിറങ്ങുകയും അത് ബാക്കിയുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്നു. അപ്പോൾ സർക്കാർ തലത്തിലും ഈ കർശനമായ ശിക്ഷ ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഇതിലേക്ക് കടന്നു വരാതിരിക്കുകയുള്ളൂ എന്ന് ചെറിയൊരു അഭിപ്രായമാണ്. താങ്ക് യു. 2 മാസം മുമ്പ് നമ്മുടെ കേരളത്തിലെ ഏകദേശം വരുന്ന എല്ലാ SP ഓഫീസിലേക്കും SSFൻ്റെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ലക്ഷ്യം തന്നെ ഡ്രഗ്സ്, അതേപോലെ സൈബർ ക്രൈം
അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തിൻ്റെ വർധന ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ 26% വർധനവാണ് കേരളത്തിലെ ലഹരി വർധന എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കേരളത്തിലെ SP ഓഫീസിലേക്കും മാർച്ച് നടത്തുകയുണ്ടായി. വൻ സ്വീകാര്യത ലഭിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും, അത് മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും ഒത്തൊരുമയോടുകൂടി നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ കർമ്മത്തിന് ഒരു നന്ദി കുറിച്ചു എന്ന് വേണമെങ്കിൽ മാധ്യമരംഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ സാറ് അതിന് നമുക്ക് സന്തോഷം പറയുകയാണ്. അതുമാത്രമല്ല, 2 ദിവസം മുമ്പ് കുന്നിക്കോട് കൂടി ഇങ്ങനെ വരുമ്പോൾ, സുഹൃത്തിൻ്റെ കൂടെ വരുമ്പോൾ നമ്മുടെ 24-ൻ്റെ വാഹനം, ഇതിൻ്റെ തന്നെ പ്രചാരണ വാഹനം പോകുന്ന കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, SKൻ്റെ വീട് ഈ പരിസരത്ത് തന്നെയാണ്. അങ്ങനെ ഒരു മാധ്യമ രംഗത്ത് നിന്ന് തന്നെ ഈ പരിസരത്ത് നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരാൾ നമ്മുടെ സമൂഹത്തിൽ വന്ന മാരകമായ ഒരു വിപത്തിനെ തടയാൻ വേണ്ടി കേരളത്തിൻ്റെ പരിസരത്തേക്ക്, പൊതു ഇടങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്നതിൽ, താഴേത്തട്ടിലേക്ക് ഇറങ്ങി വരുന്നതിൽ വളരെയേറെ സന്തോഷം അറിയിക്കുകയാണ്. SSFൻ്റെയും SYSൻ്റെയും എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് നമ്മളൊരു വലിയ ഗായികയുണ്ട് അവിടെ, ഇസബൽ. വാ മോളെ, വാ. പാട്ട് പാടാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാട്ട് കേൾക്കാം. മിടിക്കുക മോളെ പറഞ്ഞേ. മേനക സുരേഷ് ആൻറ്റിയുടെ ഫ്ലവേഴ്സ് 1 കോടി പരിപാടിക്ക് ഞാനന്ന് മോഹം കൊണ്ട് പാടി. ഓ, അത് ശരി. ഇത് വലിയ കക്ഷി കേട്ടോ. ഇനിയും കുതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലുറങ്ങാൻ. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാൻ. വൃശ്ചികക്കാറ്റ് പോൽ എന്നെ തലോടിയാൽ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരിപ്രാവായി പറക്കാം. അമ്മ നിലാവിൻ്റെ കണ്ണാടി നോക്കി ഞാൻ അച്ഛൻ്റെ ഹൃദയം കണ്ടുവെങ്കിൽ ആ നന്മയാം കടലിൻ്റെ അക്കരെ തെളിയുന്ന ഉന്മയാം വെണ്മയെന്നിൽ തുളുമ്പിയെങ്കിൽ പുഞ്ചിരിപ്പുലർവേയിൽ ചിറകിൻ്റെ ചൂട്ടിൽ ഞാൻ സങ്കടം മറന്നൊന്നിരുന്നേനെ. അച്ഛൻ്റെ കുഞ്ഞായി മയങ്ങീനി. ഇനിയും 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 കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാൻ. ഓക്കെ മിടുക്കി. ഓക്കെ മോള് പാട്ടേരിയില്ലേ, ചൂടുവെള്ളം കുടിക്കണം. അതിന് വേണ്ടി കപ്പ്. YMCയുടെ നമ്മൾ ഈ ഒരു ഇദ്ദേഹം കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും. തീർച്ചയായിട്ടും ശ്രീകണ്ഠൻ സാറിൻ്റെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുവാൻ ഞാൻ തിരുവല്ല ഓഫീസിൽ നിന്ന് സാറിനെ വിളിച്ചു. നാളെ തിരുവല്ലയിലേക്ക് വരികയാണ്. പ്രത്യേകമായി തിരുവല്ലയിലേക്ക് അത് പ്രമാണിച്ച് യാത്ര ചെയ്ത് കളയരുത്. തീർച്ചയായിട്ടും സാറിൻ്റെ ഈ ഉദ്യമം വലിയൊരു ടാസ്ക്കാണ്. കാരണം നമ്മുടെ ഈ സമൂഹത്തിലെ വലിയൊരു, നമ്മുടെ കോവിഡിന് ശേഷമുള്ള വലിയൊരു
ടാസ്ക് തന്നെയാണ് ഇത്. അത് മാധ്യമരംഗത്ത് ഒരാൾ നേതൃത്വം കൊടുക്കുമെന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ്. കാരണം അതിനുവേണ്ടി അത് സാറെടുത്ത ആ ടാസ്കിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെയുണ്ട്. പ്രത്യേകിച്ച് YMCA നാഷണൽ സ്പോർട്സിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ വിവിധ സ്കൂളുകളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രചോദനം നടത്തുന്നുണ്ട്, പ്രോഗ്രാം നടത്തുന്നുണ്ട്. പക്ഷേ അതിലുപരി വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി സ്പോർട്സ് രംഗത്തിലേക്ക് കൊണ്ടുവരുവാനും ആ ഒരു അഡിറ്റിൽ നിന്ന് മാറ്റുവാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂടുതൽ സമയം സ്പോർട്സ് രംഗത്ത് കൊണ്ടുവരാനാണ്, അതിൽ ലഹരി കൊടുത്തുകൊണ്ട് ഈ ഒരു ഇതിലേക്കുള്ള പുതിയ ജീവിതത്തിലേക്ക് നയിക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാറിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാ ആശംസകളും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മളിതോടെ അല്ലേ താങ്ക് യു.